السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരങ്ങളെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽ ഇർഷാദ് ഇലാ സ്വഹീൽ ഇഅ്തിഖാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയുള്ള അഖീദ പഠന പരമ്പരയിൽ ഷിർക്കും ഷിർക്കിലേക്ക് എത്തിക്കുന്ന വഴികളും എന്ന വ്യത്യസ്തമായ മേഖലകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചത് അൽ ഇസ്തിസ്ഖാഉ ബിൽ അൻവാഇ, നക്ഷത്രങ്ങൾ കൊണ്ട് മഴ പ്രതീക്ഷിക്കുന്ന, രാശികൾ നോക്കുന്ന ശൈലികളാണ് നമ്മൾ പറഞ്ഞത്. കുറച്ച് ഭാഗം നമ്മൾ വായിച്ചു അല്ലേ? വായിച്ചില്ല? ഇല്ല, ശ്രാമുഖം പറഞ്ഞുള്ളൂ. ആയിക്കോട്ടെ. സാമിൻ, എട്ടാമത്തേത് അൽ ഇസ്തിസ്ഖാഉ ബിൽ അൻവാഇ, നൗഅ്, നക്ഷത്രങ്ങൾ, ഉദയാസ്തമയങ്ങൾ, അതാണ് നൗഅ്. അതിൻ്റെ പേരിൽ മഴ വർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഇസ്തിസ്ഖാ, മഴയെ തേടുക, മഴ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. ബിൽ അൻവാഇ, നക്ഷത്രങ്ങൾ കാരണമായി മഴ വർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുക. അത് ശിർക്കിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. വഹുവ ഇബാറത്തുൻ അൻ നിസ്ബത്തിൽ മത്വരി ഇലാ തുലൂഇൻ നജ്മി ഔ ഗുറൂബിഹി, അഥവാ ഉദ്ദേശം മഴയെ ഒരാൾ ചേർത്തി പറയുക, ഇലാ തുലൂഇൻ നജ്മി, ഒരു നക്ഷത്രത്തിൻ്റെ ഉദയത്തിലേക്ക്, ഔ ഗുറൂബിഹി, അല്ലെങ്കിൽ അത് അസ്തമയത്തിലേക്ക്. ഇന്ന നക്ഷത്രം ഉദിച്ചാൽ മഴ കിട്ടും, ഈ നക്ഷത്രം അസ്തമിച്ചാൽ മഴ പെയ്യും എന്ന് പറഞ്ഞ് നക്ഷത്രവുമായി ബന്ധിപ്പിക്കുക മഴയുടെ വർഷിക്കലിനെ. അലാമാക്കാലത്തിൽ ജാഹിലിയ്യത്തു തഅ്തഖിദുഹു, ജാഹിലിയ്യ കാലത്ത് അത്തരമൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മിൻ അന്ന തുലൂഅൻ നജ്മി ഔ സുഖൂതഹു ഫിൽ മഗീബി യുഅസ്സിറു ഫി ഇൻസാലിൽ മത്വർ, ഒരു നക്ഷത്രത്തിൻ്റെ ഉദയമോ അസ്തമയ സ്ഥാനത്ത് ആ നക്ഷത്രം ചെന്ന് പതിക്കുന്നതൊക്കെ മഴ പെയ്യാനുള്ള നിമിത്തമാണ് എന്ന് ജാഹിലിയ്യ കാലത്ത് വിശ്വാസമുണ്ടായിരുന്നു. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, മുത്തിർനാ ബിനൗഇ കദാ വകദാ, ഇന്ന ഞാറ്റുവേല കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്നവർ പറയാറുണ്ട്. വഹും യുരീദൂന ബിദാലിക അൻ-നജ്ം, അവർ ഉദ്ദേശിക്കുന്നത് ആ നക്ഷത്രത്തെയാണ്. വയുഅബ്ബിറൂന അൻഹു ബിൻ-നൗഇ, അതിനെ നൗഇ എന്നാണ് അവർ അറബിയിൽ പ്രയോഗിക്കുന്നത്. വഹുവ തുലൂഉൻ നജ്മി, നക്ഷത്രങ്ങളുടെ ഉദയമാണ് നൗഇ. അപ്പം നൗഇ എന്ന് പറഞ്ഞാൽ ശരിക്കും നക്ഷത്രം ഉദിക്കുന്നതാണ്, ത്വലഅൻ നജ്മു എന്നാണ്. അവരുടെ ഉദ്ദേശം ഈ നക്ഷത്രം അവിടെ പ്രത്യക്ഷപ്പെട്ടു, അതുകൊണ്ട് മഴ പെയ്തു. അതിലവർ നൗഇ എന്ന പദമാണ് അവർ ഉപയോഗിക്കാറുള്ളത്. മിൻ നാഅ യനൂഉ, കിട്ടില്ലേ? മിൻ നാഅ യനൂഉ, നാഅ യനൂഉ എന്ന പദത്തിൽ നിന്നാണ് നൗഇ, അതുമായി ബന്ധപ്പെട്ട വാക്കാണ് നൗഇ എന്നുള്ളത്. ഇദാ നഹള വതലഅ, ഉദിച്ചുയർന്ന് വന്നാലാണ് നാഅ എന്ന അറബികൾ ഉപയോഗിക്കുന്നത്. നാഅൻ നജ്മു എന്ന് പറയും ഒരു നക്ഷത്രം ഉദിച്ചു വന്നാൽ. അപ്പം ആ പദത്തിൽ നിന്നാണ് നൗഇ എന്ന പദം, അതുമായി ബന്ധമുള്ള പദമാണ്. മുത്തിർനാ ബി നൗഇ കദാ എന്ന് പറഞ്ഞാൽ ബി തുലൂഇ നജ്മി കദാ എന്നർത്ഥം. ഇന്ന നക്ഷത്രങ്ങളുടെ ഉദയം കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടിയെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫയഖൂലൂന, അവർ പറയും, ഇദാ ത്വലഅൻ നജ്മുൽ ഫുലാനിയു യൻസിലുൽ മത്വർ, ഇന്ന നക്ഷത്രം ഉദിച്ചാൽ മഴ പെയ്യും എന്ന് പറയും. വൽ മുറാദു ബിൽ അൻവാഇ ഇൻദഹും മനാസിലുൽ ഖമരി അസ്സമാനിയത്തു വൽ ഇശ്റൂന, നൗഇ കൊണ്ട് ജാഹിലിയ്യ കാലത്ത് അവർ ഉദ്ദേശിച്ചിരുന്നത് ചന്ദ്രൻ്റെ 28 രാശിമണ്ഡലങ്ങളെയാണ്. ഫീ കുല്ലി സലാസി അശ്റ ലൈലത്തിൻ യഗ്റുബു വാഹിദുൻ മിൻഹാ ഇൻദ തുലൂഇൽ ഫജ്രി വയത്ലു മുഖാബിലഹു, ഓരോ 13 രാവുകൾ പിന്നിടുമ്പോഴും അതിൽ ഓരോന്ന് അസ്തമിക്കും, മറ്റൊന്ന് നേരെ അപ്പുറത്ത് ഉദിക്കുകയും ചെയ്യും. വതൻഖലി ജമീഉഹാ ഇൻദ ഇൻഖിലാഇ സനത്തിൽ ഖമരിയ്യ, ഒരു ചന്ദ്രവർഷം പൂർത്തിയാകുമ്പോൾ അത് കംപ്ലീറ്റ് ഒരു റൗണ്ട് പൂർത്തിയാവുകയും ചെയ്യും.
വതസ്ഉമുൽ അറബു ഫീ ജാഹിലിയത്തിഹാ, ജാഹിലിയ കാലത്തെ അറബികൾ വാദിച്ചിരുന്നു അന്നഹു ഇൻദ തുലൂഇ ദാലിക നജ്മി ഫിൽ ഫജ്രി, പ്രഭാതത്തിൽ ആ നക്ഷത്രം ഉദിച്ചാൽ, വ മഗീബി മുഖാബിലിഹി, അതേപോലെ അത് നേരെ മറുവശമുള്ളത് അസ്തമിക്കുകയും ചെയ്യുമ്പോൾ യൻസിലുൽ മതറു, മഴ പെയ്യുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അപ്പം മഴ വർഷിപ്പിക്കുന്നതിൽ ഈ നക്ഷത്രത്തിൻ്റെ ഉദയാസ്തമയങ്ങൾക്ക് ചില സ്വാധീനങ്ങളുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നുവെന്നർത്ഥം. വയുസമ്മാ ദാലിക ബിൽ ഇസ്തിസ്ഖാ ബിൽ അൻവാ, അതിനാണ് ഇസ്തിസ്ഖാ ബിൽ അൻവാ എന്ന് പേര് വെക്കപ്പെട്ടിരുന്നത്. വമഅനാ ദാലിക, അതിനർത്ഥം നിസ്ബത്തു സുഖിയ ഇലാ ഹാദിഹി ത്വവാലിഇ, മഴയെ ഈ ഉദിച്ചു വരുന്നവയോട് ചേർക്കുക, അതുകൊണ്ടാണ് മഴ കിട്ടിയത്, അല്ലെങ്കിൽ ആ നക്ഷത്രമാണ് മഴ പെയ്യാൻ നിമിത്തമായത് എന്ന് ഉള്ള വിശ്വാസമാണ് അവിടെ. വഹാദാ മിൻ ഇഅ്തിഖാദിൽ ജാഹിലിയ്യ, ഇത് ജാഹിലിയ്യ വിശ്വാസത്തിൽ പെട്ടതാണ്. അല്ലദീ ജാ അൽ ഇസ്ലാമു ബിഇബ്താലിഹി വന്നഹി അൻഹു, ഇസ്ലാം വന്നത് തന്നെ ജാഹിലിയ്യ കാലത്തെ എല്ലാ അന്ധവിശ്വാസങ്ങളെയും തകർത്തുകൊണ്ടും വിലക്കിക്കൊണ്ടുമാണ് ഇസ്ലാം വന്നത് തന്നെ. പിന്നെ ഇസ്ലാമിനുള്ളിൽ പിന്നെ ആ ജാഹിലിയ്യത്ത് കൊണ്ടെടുക്കുക എന്നുള്ളത് ഏതായിരുന്നാലും ഉണ്ടാകാവതല്ല. ലിഅന്ന നുസൂലൽ മത്വരി വൻഹിബാസഹു, മഴ വർഷിക്കലും മഴ തടഞ്ഞു വെക്കലുമൊക്കെ അത് യർജു ഇലാ ഇറാദത്തില്ലാഹി വതഖദീരിഹി വഹിക്മതിഹി, അത് റബ്ബിൻ്റെ ഉദ്ദേശം, അവൻ്റെ ഖദർ, അവൻ്റെ ഹിക്മത്ത്, അതിലേക്കാണ് മടങ്ങുന്നത്. അള്ളാഹ് ഉദ്ദേശിച്ചാൽ മഴ പെയ്യും. ഒരു നാട്ടിൽ പെയ്യാൻ ഉദ്ദേശിച്ചു അവിടെ പെയ്യും, മറ്റു നാട്ടിൽ വേണ്ട തീരുമാനിച്ചു അവിടെ പെയ്യൂല. അവിടെ എപ്പോൾ പെയ്യണം, എത്ര പെയ്യണം, എത്ര അളവിൽ വേണം, ഒക്കെ റബ്ബിൻ്റെ ചില ഉദ്ദേശങ്ങളുണ്ട്. അതുപ്രകാരമാണ് മഴ പെയ്യലും പെയ്യാതക്കലും ഒക്കെ. അല്ലാതെ നക്ഷത്രം വന്നു എന്ന് കരുതിയിട്ട് അള്ളാഹ് ഉദ്ദേശമില്ലാതെ മഴ പെയ്യൂല. നക്ഷത്രം ഇല്ലെന്ന് കരുതി റബ്ബിൻ്റെ ഇറാദത്തില്ലെങ്കിലും മഴയൊട്ട് ലഭിക്കുകയുമില്ല. നക്ഷത്രത്തിന്റെ ഉദയത്തിന് അതിൽ യാതൊരു സ്വാധീനവുമില്ല. നമ്മൾ കഴിഞ്ഞ ദിനം പറഞ്ഞപ്പോൾ തന്നെ രണ്ട് നിലക്ക്, ഒന്ന് ആ നക്ഷത്രം ഉദിച്ചത് കൊണ്ട് മഴ പെയ്യണമെന്നുണ്ടോ? ഇല്ല. രണ്ട്, മഴ പെയ്യും എന്നതിന് ദലീലായി അപ്പം നിശ്ചയിച്ചിട്ടുണ്ടോ? അതുമില്ല. രണ്ടാണ്ടവര്, ഒന്ന് ആ നക്ഷത്രം വന്നാൽ മഴ പെയ്തേ പറ്റൂ, അങ്ങനെ ഒന്നില്ല. രണ്ട്, മഴ പെയ്യും എന്നതിൻ്റെ ഒരു ലക്ഷണമായി അടയാളമായി റബ്ബ് അതിനെ നിശ്ചയിച്ചുവോ? ഇല്ല. ഇപ്പം തണുത്ത കാറ്റ് വന്നാൽ മഴ പെയ്യും, അതല്ല നിശ്ചയിച്ചതാണ്, ഖുർആൻ എടുത്ത് പറഞ്ഞതുമാണ്. മഴയുമായി മേഘവുമായി സഞ്ചരിക്കുന്ന കാറ്റ് നല്ല പറഞ്ഞു, ബുശ്റൻ ബൈന റഹ്മത്തിഹി, മഴയുടെ മുന്നോടിയായി സന്തോഷ വാർത്തയായിക്കൊണ്ട് അല്ലാഹു തആല കാറ്റുകൾ അയക്കുന്നു എന്നുള്ള ഖുർആൻ പറഞ്ഞു. അപ്പോൾ അത് ദലീലാണ്. കാറ്റ് വന്നാൽ മഴ പെയ്യണമെന്നില്ല, പക്ഷെ മഴ പെയ്യാൻ ഇരിക്കുന്നു എന്നതിൻ്റെ ഒരു ദലീലാണ് തണുത്ത കാറ്റ് വരുമ്പോൾ. നമ്മൾ പറയും സാധാരണ തണുത്ത കാറ്റിൽ ചെന്നപ്പോൾ ഒരു മഴൻ്റെ കോലുണ്ടെന്ന് പറയും, അതൊരു ദലീലാണ്. എന്നതുപോലെ ഒരു ദലീലല്ല ഈ ഒരു നക്ഷത്രം വന്നാൽ മഴ പെയ്യാൻ പോകുന്നു എന്ന ദലീലല്ല. ഇനി ആ നക്ഷത്രം ഉണ്ടായാൽ മഴ പെയ്തോളണമെന്നുണ്ടോ? അതുമില്ല. രണ്ടു നിലക്കും അത് പറയാവതല്ല. പടച്ച റബ്ബിൻ്റെ ഇറാദത്ത്, അവൻ്റെ ഹിക്മത്ത്, അവൻ്റെ ഖദർ, അതുമാത്രമാണ് മഴ പെയ്യുന്നതിലും മഴ തടയുന്നതിലുമെല്ലാം ഉള്ളത്. ഖാല തആല ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞു, നക്ഷത്രങ്ങളുടെ പതനസ്ഥാനത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വഇന്നഹു ലഖസബുൻ ലൗ തഅലമൂന അളീം, അതൊരു വലിയ സത്യം തന്നെയാണ് നിങ്ങൾ അറിയുകയാണെങ്കിൽ. മവാഖിഉൻ നുജൂം സത്യം ചെയ്തത് അത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്ക് അന്ന് നിമിത്തമാക്കിയ കാര്യമാണ്. എങ്കിൽ അതുകൊണ്ടുള്ള സത്യം ചെയ്ത് പറയാണ്. എന്താ പറഞ്ഞത്? ഇന്നഹു ലഖുർആനുൻ കരീം, തീർച്ചയായും വിശുദ്ധ ഖുർആനാണ്, കിതാബുൻ കരീമാണ്. ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ്റെ അവതരണമാണ്. ഇത് വിശുദ്ധരാക്കപ്പെട്ടവരല്ലാതെ സ്പർശിക്കുന്നില്ല. അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ, എന്ന് ഈ ഒരു വർത്തമാനത്തെയാണോ നിങ്ങൾ മയപ്പെടുത്തുന്നത്? വതജഅലുന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ, അതാണ് പോയിന്റ്. വതജഅലുന റിസ്ഖക്കും, നിങ്ങളുടെ റിസ്കിനെ നിങ്ങളാക്കുന്നു, അന്നക്കും തുകദ്ദിബൂൻ, നിങ്ങൾ ഈ റബ്ബിനെ കളവാക്കുന്നു എന്നതാണോ നിങ്ങൾ റിസ്ഖാക്കി മാറ്റുന്നത് എന്ന് അല്ലാഹു തആല ചോദിച്ചു. ഫഖൗലുഹു തആല വതജഅലുന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ എന്ന് പറഞ്ഞ മഅനാഹു, അതിനർത്ഥം നിസ്ബത്തുൽ മത്വരി അല്ലദീ ഹുവ റിസ്ഖു അന്നാസു മിനല്ലാഹി ഇലൻ നജ്മി, അല്ലാഹു തആല ഉപരിലോകത്തിൽ നിന്ന് ഇറക്കിയ റിസ്ഖാണ് മഴ. ആ മഴയെ നജ്മിലേക്ക് ചേർത്തി പറയാം. അതാണ് ഇവിടെ പറഞ്ഞ വതജഅലുന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ എന്ന് പറഞ്ഞത്. റിസ്ക് നിമിത്തമായി അല്ലാഹു ഇറക്കിയ മഴയെ
ഇറക്കിയ റബ്ബിനെ മറന്നിട്ട് ഒരു ബന്ധവുമില്ലാത്ത നിജമിലേക്ക് നക്ഷത്രത്തിലേക്ക് ചേർത്തിപ്പഴുകയാണോ നിങ്ങൾ എന്നാണ് ഈ ആയത്തിൻ്റെ ആശയം. വഹാദ് ബിഅയ്യുഖാല മുതിർനാ ബിനൗഇ കദാ വകദാ എന്ന് പറയാം. വഹാദാ മിൻ അഅ്ലമിൽ കദിബി വൽ ഇഫ്തിറാ. ഇത് വമ്പിച്ച കളവും വമ്പിച്ച അപരാധവുമാണ്. കാരണം പടച്ചിറപ്പ് മഴ പെയ്യിപ്പിക്കുക, എന്നിട്ട് ആ മഴയെ ഇവൻ മറ്റൊന്നിലേക്ക് ചേർത്തി പറയാം. ആ നക്ഷത്രം കൂടെ മഴ ഇട്ടത് നക്ഷത്രം മാത്രം മറ്റു പലതുണ്ടാവും. റബ്ബ് തന്ന ഒന്നിനെ ആരിലേക്ക് ചേർത്തി പറഞ്ഞാലും അതൊക്കെ ഇതിൻ്റെ മറ്റു വകഭേദങ്ങളാണ്. ശേഷം വരും. കമാറവൽ ഇമാം അഹ്മദ് തിർമിദിയും ഇമാം അഹ്മദ് തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. വഹസ്സനഹു ഇബ്നു ജരീർ, ഇമാം ഇബ്നു ജരീർ ത്വബരി അത് ഹസനാണെന്ന് പറഞ്ഞിരിക്കുന്നു. വബ്നു അബി ഹാത്തിമിൻ വൽലിയാഉ ഫിൽ മുഖ്താറത്തി, റിയാഉൽ മഖ്ദിസ് റഹിമഹുല്ലാഹ് തന്റെ മുഖ്താറിലും പറഞ്ഞിരിക്കുന്നു. അൻ അലി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതജഅലുന റിസ്ഖക്കും യഖുൽ ശുക്രക്കും. നബി കൊടുത്ത തഫ്സീർ. അപ്പോൾ റിസ്ഖക്കും എന്ന് പറഞ്ഞാൽ ശുക്രക്കും, നിങ്ങൾ ശുക്ർ ഇലാണോ, റിസ്ക് കിട്ടിയതിന് നിങ്ങൾ നൽകുന്ന ശുക്ർ നിങ്ങൾ കളവാക്കുന്നു എന്നതാണോ, അതാണോ നിങ്ങളെ ശുക്ർ? അന്നക്കും തുക്കദ്ദിബൂൻ തഖൂലൂന മുതിർനാ ബിനൗഇ കദാ വകദാ വബിനജ്മി കദാ വകദാ എന്ന് പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ശുക്ർ നൽകുന്നത് എന്നാണ് ആയത്തിൽ അർത്ഥമെന്ന് നബിതങ്ങൾ പറഞ്ഞത് ഇമാം തിർമിദി അഹ്മദും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുമുണ്ട്. ഖാല ശൈഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ലാഹ് വഹാദാ ഔലാ മാ ഫുസ്സത് ബിഹിൽ ആയ. അബ്ദുറഹ്മാൻ ഹസൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഈ ആയത്ത് നൽകപ്പെട്ട തഫ്സീറുകളിൽ ഏറ്റവും മുന്തിയ തഫ്സീർ ഈ തഫ്സീറാണ്. കഴിഞ്ഞ നബി തന്നെ വിശദീകരിച്ചതാണല്ലോ. വറുവിയ ദാലിക അൻ അലി വബ്നു അബ്ബാസ് വഖതാദ വല്ലഹാകിൻ വഅതാഇ ഖുറാസാനി വഗൈരിഹിം. ഇതേ തഫ്സീർ അലി ഇബ്നു അബി ത്വാലിബിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇബ്നു അബ്ബാസിൽ നിന്ന് വന്നിട്ടുണ്ട്, ഖതാദയിൽ നിന്ന്, ലഹാക്കിൽ നിന്ന്, അതാഇൽ നിന്ന്, വഗൈരിഹിം അല്ലാത്തവരിൽ നിന്നുമെല്ലാം ഈ തഫ്സീർ വന്നിട്ടുണ്ട് റഹിമഹുമുല്ലാഹ്. വഹുവ ഖൗലു ജുംഹൂരിൽ മുഫസ്സിരീൻ. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം ഈ ആയത്തിൽ ഈ തഫ്സീറാണ് താനും. ഇൻതഹ, അദ്ദേഹം പറഞ്ഞത് അവസാനിച്ചു. വഅൻ അബീ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ മാലിക് അൽ അശ്അരി പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർബഉൻ ഫീ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ്യ. അർബഉൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലുള്ള 4 കാര്യങ്ങൾ, മിൻ അംരിൽ ജാഹിലിയ്യ, അത് ജാഹിലിയ്യ കാര്യത്തിൽപ്പെട്ടതാണ്. ലാ യത്റുകൂനഹുന്ന, അവരത് ഒഴിവാക്കുകയില്ല. ആ നിലക്കുള്ള 4 കാര്യം എൻ്റെ ഉമ്മത്തിലുണ്ട്. അൽ ഫഖ്റു ബിൽ അഹ്സാബി, തറവാടിൻ്റെ പേരിൽ ദുരഭിമാനം നടിക്കൽ. വലിയ തലം പറയാം, ഞങ്ങൾ മറ്റേ തറവാട്, ഞാൻ എൻ്റെ കുടുംബമാണ്, ഞാൻ മറ്റേ വലിയ എന്താണ് കബീലയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വമ്പത്തരം പറയാം. അൽ ഫഖ്റു ഫിൽ അഹ്സാബ് വത്വഅ്നു ഫിൽ അൻസാബ്, അതേപോലെ കുടുംബ പരമ്പരയുടെ പേരിൽ ആക്ഷേപിക്കുക. ഇജൊക്കെ ആരാ, ഇജ് ഇന്നാളെ മോനല്ലേ, ഇജിപ്പോൾ എന്നെ വലുതായി. മഹിമുണ്ട്, പക്ഷെ അതിൻ്റെ പേരിൽ ഫഖ്റും പാടില്ല, അതിൻ്റെ പേരിൽ ത്വഅ്നും പാടില്ല. നബി പറഞ്ഞില്ല, ഖുറൈശ് കുടുംബത്തെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. മൊത്തം കുടുംബത്തിൽ നിന്ന് ഖുറൈശികൾ തെരഞ്ഞെടുത്തു, ഖുറൈശ് തന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബം ഖുറൈശി കുടുംബമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഫഖ്റും പാടില്ല, അതിൻ്റെ പേരിൽ ത്വഅ്ന് ആക്ഷേപിക്കാനും പാടില്ല. വൽ ഇസ്തിസ്ഖാഉ ബിൻ നുജൂം, മൂന്നാമത് പറഞ്ഞത് നക്ഷത്രങ്ങളുടെ പേരിൽ മഴയെ ചേർക്കുന്ന പണിയും എൻ്റെ ഉമ്മത്ത് ഒഴിവാക്കുകയില്ല. അത് ജാഹിലിയ്യ കാലത്തെ വിശ്വാസമാണ്, പക്ഷെ എൻ്റെ ഉമ്മത്തിലും അതങ്ങനെ തന്നെ നിലനിന്ന് പോലും എന്നാണ്. വൻ നിയാഹത്തു, മയ്യത്തിൻ്റെ പേരിൽ ആർത്ത് വിളിക്കലും, മരിച്ചോടത്ത് നരിമുളിയും കൂട്ടുക എന്നുള്ളതും ജാഹിലിയ്യ ഏർപ്പാടാണ്. അന്ന് ഓൽക്കത് വലിയ അഭിമാനമായിരുന്നു. ഒരാൾ മരിച്ച ഒരു വാടകയ്ക്ക് ആളെ എടുക്കും, കരയാൻ വേണ്ടിയതാണ്. അത് അതിനകത്ത് ടീമുണ്ടായിരുന്നു. ഒരു വാടക കൊടുത്താണ്ട് ഓർക്ക് ഇത്ര ദിവസം ഇന്ന ഏരിയയിൽ പോയി കരയണം എന്ന് നിശ്ചയിച്ച് കൊടുത്താൽ മതി, പിന്നെ ഓരേക്കോളും ബാക്കി. അപ്പോൾ നാട്ടിൽ വലിയ പേരാണ്. ആ ആചാര്യം മരിച്ചിട്ട് 8 ദിവസം ഒന്നാകുന്ന നാട്ടിൽ മൊത്തം കരഞ്ഞോട്ടുണ്ടെങ്കിൽ അത് വലിയ പേരാണ്. അപ്പോൾ ആളെ നിലവാരം അനുസരിച്ച് ഈ കരച്ചിലിൻ്റെ ഊക്ക് കൂടും. പിന്നെ ഒട്ടകപ്പുറത്തൊന്നാകേണ്ട പേരിലാണ്. ആണും പെണ്ണൊക്കെ പാട് ടീമിൽ വന്നിട്ട് അങ്ങാടി വന്നിട്ട് ഇറങ്ങിയിട്ട് ഇയാൾ മരിച്ചു എന്ന് പറയുന്നത് ഇയാളെ കുറേ മധുഹാണ്ട് പറഞ്ഞിട്ട് ഓലാണ്ട് കാര്യം. ഓല് കരയുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിലൊക്കെ പാടെ ഒപ്പം കാര്യം. എന്നാൽ അവിടെ അരമണിക്കൂർ ഷോ കഴിഞ്ഞാൽ നേരെ അടുത്ത അങ്ങാടി പോകും. പിന്നെ അവിടെ പോയിട്ട് ഇതേപോലെ ഭയങ്കര കരച്ചിൽ. ഇത് ജാഹിലിയ്യ കാലത്ത് ഏർപ്പാട്, നിയാഹത്ത്. അപ്പോൾ അതിന് പ്രത്യേകം വസിയത്തൊക്കെ പറയും. ഒരത്തെ മണിക്കണം വരെ വസിയത്ത് പറഞ്ഞ പൈസ കൊടുത്തേക്കും, ഞാൻ മരിച്ചാൽ കരയണം എന്ന് പറയും. കാരണം ഒരാളും കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എളുപ്പത്തലാണ്, മോശത്തിലാണ്. അയാൾ മരിച്ചപ്പോൾ എവിടെ ഒരു കരച്ചിലും ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശത്തിലാണ്. അതായിരുന്നു അന്നത്തെ പരിപാടി. ഓരോ വിശ്വാസമൊക്കെയാണ്. കുടുംബത്തിന് മോശമാണ്, കാരണം ഇയാൾക്കൊരു അപമാനമാണ്. കാരണം കുടുംബത്തിന് വലിയ ഇതാവും.
മൂപ്പര് മരിച്ചിട്ടറിയാം. ഒരു നമ്മുടെ നാട്ടിൽ പറയാമോ ഒന്നുണ്ടായില്ല, അച്ഛൻ കൊണ്ടേ കുഴിച്ചിട്ട് പോകുന്നവരില്ലേ, അതെ അതിൻ്റെ വേറെ പതിപ്പടമൊക്കെ. അതപ്പോൾ അത് അന്നുള്ള രീതി നിയാഹത്ത് അത് എൻ്റെ ഉമ്മത്തിലുണ്ടാവുന്നതാണ്. ഈ കരയൽ മയ്യത്തിൻ്റെ പേരിൽ കരയാന്നുള്ളത് എൻ്റെ ഉമ്മത്തിൽ, അതും ഇങ്ങനെ അല്ലെങ്കിലും വേറെ കൊളുത്ത മാട്ടിലുണ്ട്. ഒക്കെ ഞഴീതിപ്പെട്ടാണ്, ഞഴീൻ്റെ ഭാഗമാണ് അത്തരം അനൗൺസ്മെൻറ്റുകൾ. മരണവാർത്ത വിളിച്ചു പറയാന്നുള്ളത് അന്നുണ്ടായിരുന്ന രീതിയാണ് ഞഴി. മരണവാർത്ത അനൗൺസ് ചെയ്യൽ, വിളിച്ചു പറയൽ, അതന്നുണ്ടായിരുന്നു. അതൊക്കെ ആളുടെ നെലും ബലിയും അളക്കൽ ടൈമിലാണ്. എത്ര സ്ഥലത്ത് പോയി, എത്ര സംഘങ്ങളുണ്ടായി, ഓർക്കുമ്പോഴേ എത്ര പൈസ ചെലവഴിച്ചു, അതൊക്കെ അന്ന് കണക്കാക്കുക. അപ്പോൾ അതിങ്ങനെ പറഞ്ഞാൽ വലിയ പേരാണ്. എന്താ ഭയങ്കര റാഹത്തായി, ഒക്കെ നല്ല മട്ടം പോലെ കഴിഞ്ഞു എന്ന് പറയും. ഒരു റാഹത്തുണ്ടാവും സംഗതി. ഇപ്പോഴും തന്നെ ഒരു ഇതുമില്ല. ഇപ്പോഴും അതിനെ നിർവഹിച്ചാൽ അവിടേക്ക് വരുമ്പോൾ കാണാൻ ഏറ്റവും നല്ല മുടിയുണ്ട്. കാരണം ആൾക്കാർ കാണുമ്പോൾ മോശമല്ലേ ഞാൻ വിളിക്കുന്നില്ലേ. സ്വാഭാവികമായ പറച്ചിലാവാം. അവിടെ പോലും സ്വഹാബിമാർ വളരെ ശ്രദ്ധ പാലിച്ചതുമാണ്. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഒരു മെസ്സേജ് ഒന്നാൾ മരിച്ചു, നമുക്ക് ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നാണ് മരിച്ചിട്ടുണ്ട് പറഞ്ഞു, അതൊക്കെ അത് ഒരു അറിയിക്കൽ മാത്രമാണ്. അതിൽ പോലും സ്വഹാബിമാർ മക്കളോടൊക്കെ പറഞ്ഞു ഞാൻ മരിച്ചാൽ എല്ലാവരോടും പറയണ്ട, അതിന് അഴിയാകുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് വരെ പറഞ്ഞവരുണ്ട്. കാരണം കുറേ ആൾ കൂടാന്നുള്ളതല്ലോ, അങ്ങനെ അതൊക്കെ നമ്മൾ കിബറിൻ്റെ ഭാഗമാണ്. കണ്ടമാനം ആൾ കൂടി വലിയ വലിയ വണ്ടി വന്നു, MLA വന്നു, MP വന്നു, അപ്പോഴാണ് പോകുമ്പോൾ എല്ലാ ആളായിട്ട് അംഗീകരിക്കപ്പെടുക. അതൊന്നുമല്ല, ഇസ്തിഗ്ഫാർ കിട്ടുക, ദുആ കിട്ടുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ചിന്തിച്ചാലൊന്നും പ്രശ്നമില്ല. അല്ല ആ നിൽക്ക് പറയാം, അതല്ല അതൊരു രീതിയാക്കി അതൊരു അങ്ങനത്തെ ഒരു തക്കല്ലുഫ്, ഒരു കൃത്രിമത്വത്തിലേക്ക് അത് പോകാൻ പാടില്ല. മറ്റു പരിസ്ഥിതിക്കാരെ എനിക്ക് പറഞ്ഞു ഇന്നാൾ മരിച്ചിട്ടുണ്ട്, ഒന്നെല്ലാവരും പോകാൻ പറ്റിയിട്ട് പോകണം എന്നൊരു മെസ്സേജ് വന്നു, അതൊക്കെ അതുപോലും നെയ്യത്ത് മാറുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. മെസ്സേജ് പോയി അപ്പം നമുക്ക് ആരും കൂടി ഒന്നുമില്ല, വെറുതെ അങ്ങനെ മെസ്സേജ് ഷെയർ ചെയ്യുന്നതിൽ ആരൊക്കെ അതിന് പിന്നെ റെസ്പോണ്ട് ചെയ്തു, ആരൊക്കെ ഇന്നാലിലടിച്ചു, ആരൊക്കെ ഒന്നും ഉണ്ടാത്തതൊക്കെ ഇങ്ങനെ പിന്നെ അത് നോക്കുക, അതൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നമുക്ക് നല്ലതും. നമ്മൾ ഈ നെയ്യത്ത് തെറ്റാൻ എളുപ്പമുണ്ട്, നെയ്യത്ത് മാറിപ്പോകാൻ എളുപ്പമുണ്ട്. ശൈത്താൻ്റെ ആവശ്യം തന്നെയാണ്. നെയ്യത്തെ തെറ്റിച്ച് കിട്ടിയാൽ പിന്നെ ബാക്കിയെല്ലാം ബാത്തിലായി കിട്ടില്ലോ. അപ്പം ഇവിടെ 4 കാര്യം ജാഹിലിയ്യ കാര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്തിനാ ജാഹിലിയ്യത്തിലേക്ക് ചേർത്തി പറഞ്ഞത്? ഒരു മുറാദ് ബിൽ ജാഹിലിയ്യത്തി ഹുന, ഇവിടെ ജാഹിലിയ്യത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് മാ ഖബല ബിഇസത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ വരുന്നതിന് മുമ്പുള്ള കാലമാണ് ജാഹിലിയ്യത്ത് കൊണ്ട് ഈ ഹദീസ് ഉദ്ദേശിച്ചത്. വകാന മാ യുഖാലിഫു മാ ജാഅ ബിഹി റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതോടൊപ്പം നബി പഠിപ്പിച്ച് എതിരാവുകയും ചെയ്യാം. അതാണ് ജാഹിലിയ്യത്ത്. നബി വരുന്നതിന് മുമ്പ് ഉള്ളൊരു കാര്യം നബി പഠിപ്പിച്ചതും അത് തന്നെയാണ്, എന്നാൽ ജാഹിലിയ്യത്തല്ല. നബി വരുമ്പോൾ നാട്ടിലുള്ള ഒരു രീതി നബി അംഗീകരിക്കുകയും ചെയ്തു, എങ്കിൽ ജാഹിലിയ്യത്ത് പറയാൻ പറ്റില്ല. അപ്പം നബി വരുന്നതിന് മുമ്പുള്ളതും നബിതങ്ങൾ അതിന് എതിരായി പഠിപ്പിക്കുകയും ചെയ്താൽ അതാണ് ഇവിടെ ജാഹിലിയ്യത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഫീ മഅനൽ ഹദീസ്, ഈ ഹദീസിന്റെ അർത്ഥത്തിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നു, അഖ്ബറ അന്ന ബഅദ അംരിൽ ജാഹിലിയ്യത്തി ലാ യത്രുകുഹു നാസു കുല്ലുഹും, ചില ജാഹിലിയ്യ കാര്യങ്ങൾ ആളുകൾ എല്ലാവരും ഒഴിവാക്കുകയില്ല എന്നാണ് ഈ ആയത്തിൻ്റെ ആശയം. ദമ്മൻ ലിമൻ ലം യത്രുകുഹു, ഇത് ഒഴിവാക്കാത്തവനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണെന്നാണ്. ജാഹിലിയ്യ കാലത്തെ കാര്യമാണ്, ഒഴിവാക്കുകയില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് മോശമാണെന്നുണ്ടോ ചോദിക്കണ്ടെന്ന്, ഒഴിവാക്കുകയില്ല എന്നിട്ടുള്ളൂ, അല്ലാതെ മോശമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് മോശമാണ്. കാരണം മോശമായത് പറയുമ്പോഴാണ് ജാഹിലിയ്യത്തിലേക്ക് ചേർത്തി പറയാം. ജാഹിലിയ്യ കാര്യമാകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പഴയ കാലത്തുള്ളതും നബിതങ്ങൾ അതിനെതിരായി പഠിപ്പിച്ചതും, അതാണ് ജാഹിലിയ്യത്ത്. അപ്പം ഇത് ജാഹിലിയ്യ കാര്യമാണെന്ന് പറഞ്ഞാൽ തന്നെ എന്തായി, അത് മദ്മൂമാണ്, ആക്ഷേപിക്കപ്പെടുന്ന കാര്യമല്ല. അയിമ നൃത്തം പിടിച്ചിട്ട് ജാഹിലിയ്യ കാലത്തിലുണ്ട്, ഈ ഉമ്മത്ത് ഒഴിവാക്കൂല്ല നബി പറഞ്ഞല്ലേ, അപ്പം ഞാൻ ഒഴിവാക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് തേടുന്നുണ്ട് ജാഹിലിയ്യ കാലത്തുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഇസ്ലാം, ദീനുൽ ഇസ്ലാമിൽ അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. അല്ലെങ്കിലോ ഇത് ജാഹിലിയ്യ കാര്യമാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് ആക്ഷേപമൊന്നും ഉണ്ടാവുന്നല്ലോ. അപ്പം ഇത് പറ്റൂല എന്നുള്ളതാണ് ഇത് ജാഹിലിയ്യത്തിലേക്ക് ചേർത്തി പറഞ്ഞത്. അത് ജാഹിലിയ്യത്തിലേക്ക് ചേർത്തി പറഞ്ഞത് തന്നെ ഒരു ആക്ഷേപത്തിൻ്റെ പ്രയോഗമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നുള്ള ഖുർആനിൽ പറഞ്ഞു. സ്ത്രീകളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെ ഒന്നാകെ ജാഹിലിയ്യ ആദ്യകാല ജാഹിലിയ്യ സ്ത്രീകൾ അഴിഞ്ഞാടിയതുപോലെ നിങ്ങൾ അഴിഞ്ഞാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും പറഞ്ഞത്
ജാഹിലിയത്തിൽ ഊലാന്നാണ്. അപ്പം ആ തബറുജ്, ആ അഴിഞ്ഞാട്ടം ജാഹിലിയ കാലത്തെ സ്വഭാവമാണെന്നും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല എന്നുമാണ് അതിനർത്ഥം. അത് അഴിഞ്ഞാട്ടത്തിലുള്ള ആക്ഷേപമാണ്. അതോടൊപ്പം ജാഹിലിയ കാലത്തെ ആക്ഷേപവുമാണ്. ആദ്യകാലം ഊല, ഇത് മൊത്തത്തിൽ അവരോട് സാദൃശ്യപ്പെടാൻ പാടില്ല എന്നതിന് തെളിവാണ് ഈ ആയത്ത്. തബറുജിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും. ഇവർ അഴിഞ്ഞാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അത് പറയാതെ അതിൻ്റെ കൂടെ എന്ത് പറഞ്ഞു? ജാഹിലിയത്തിൽ ഊലാന്ന്. അപ്പം ജാഹിലിയത്തിൽ ഊലയുടെ ഒരു കാര്യവും നമ്മളെ സാദൃശ്യപ്പെടാൻ പാടില്ല എന്നുകൂടി അതിൽ നിന്ന് കിട്ടുമെന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇൻതഹ, ഇബ്നു തൈമിയ്യയുടെ വാക്കവിടെ അവസാനിച്ചു. വഖൗലുഹു ഫി ഹാദൽ ഹദീസ്, അപ്പോൾ ഈ നമ്മുടെ ഹദീസിൽ 4 കാര്യം പറഞ്ഞല്ലോ. നമ്മളെ ബാബുമായി ബന്ധമുള്ളത് ഒന്നാണ് ഇസ്തിസ്ഖാഉ ബിൻ നുജൂം എന്ന് പറഞ്ഞത്. അത് വമഅനാഹു നിസ്ബത്തുൽ മത്വരി ഇലൻ നൗഇ, നക്ഷത്രത്തിലേക്ക്, നക്ഷത്രം ഉദിക്കുന്നതിലേക്ക് മഴയെ ചേർത്തി പറയുക. വഹുവ സുഖൂത്തുൻ നജ്മി, നക്ഷത്രത്തിന്റെ അസ്തമയമാണ്. ഇന്ന നക്ഷത്രം കൊണ്ട് മഴ കിട്ടും, അത് ഉദിച്ചാൽ അല്ലെങ്കിൽ അസ്തമിച്ചാൽ ആ നക്ഷത്രം വന്നതുകൊണ്ടാണ് മഴ ഉണ്ടായത് എന്ന് പറയുക. വഹുക്കുമുൽ ഇസ്തിസ്ഖാഇ ബിൽ അൻവാഇ, ഇനി ഇങ്ങനെ ഒരാൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ, ആ ഞാറ്റുവേല കൊണ്ട് മഴ കിട്ടി, ഈ നക്ഷത്രം കൊണ്ട് മഴ ഉണ്ടായി, ഈ നാൾ കൊണ്ട് മഴ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ ഹുക്കം എന്താണ്? അന്നഹു ഇൻ കാന യഅ്തഖിദു, ആ പറഞ്ഞാൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അന്ന ലഹു തഅ്സീറൻ ഫീ ഇൻസാലിൽ മത്വർ, മഴ വർഷിപ്പിക്കുന്നതിൽ ഈ നക്ഷത്രത്തിനും സ്വാധീനമുണ്ട് എന്നാണ് വിശ്വാസമെങ്കിലോ, ഫഹുവ ശിർക്കുൻ വകുഫ്റുൻ അക്ബർ, അത് വലിയ ശിർക്കുമാണ്, കുഫ്റുമാണ്. വഹുവ അല്ലദീ യഅ്തഖിദു ഹദിൽ ജാഹിലിയ്യ, അതായിരുന്നു ജാഹിലിയ്യ കാലത്തെ വിശ്വാസം. വഇൻ കാന ലാ യഅ്തഖിദു, ഇനി അവൻ വിശ്വസിക്കുന്നില്ല, ലിന്നജ്മി തഅ്സീറൻ, നക്ഷത്രത്തിന് തഅ്സീറൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെയോ വഅന്നൽ മുഅസ്സിറ ഹുവല്ലാഹു വഹദ, അല്ലാഹു തആല തന്നെയാണ് മഴ പെയ്യിപ്പിച്ചെന്ന ഒരു വിശ്വാസം. നക്ഷത്രം മഴ പെയ്യിപ്പിക്കുന്നില്ല, മഴ പെയ്യിപ്പിക്കുന്ന അല്ലാഹു തന്നെയാണ് എന്നവൻ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഒരു വാക്കിനെ പറഞ്ഞു പോയി, ഈ ഞാറ്റുവേല കൊണ്ടാണ് മഴ കിട്ടിയത് എന്നവൻ പറഞ്ഞു. വലാകിൻ അജ്റൽ ആദത ബിവുജൂദിൽ മത്വരി ഇൻദ സുഖൂതി ദാലിക നജ്മി, ആ നക്ഷത്രം വന്ന് പതിക്കുമ്പോൾ മഴ വർഷിക്കും, അത് പതിവാണ് എന്നൊക്കെ അവൻ പറഞ്ഞത്. ഫഹാദ ലാ യസ്ലു ഇല ശിർക്കിൽ അക്ബർ, അത് വലിയ ശിർക്കിലേക്ക് എത്തുകയില്ല. എന്നാൽ വയകുൻ മിന ശിർക്കിൽ അസ്ഗർ, അത് ചെറിയ ശിർക്കാണ്. ലിഅന്നഹു യഹ്റുമു, അത് കാരണം ഹറാമാണ്. നിസ്ബത്തുൽ മത്വരി ഇലൻ നജ്മി, മഴയെ നക്ഷത്രത്തിലേക്ക് ചേർക്കൽ ഹറാമാണ്. വലൗ അലാ സബീലിൽ മജാസ്, ആലങ്കാരികമായിട്ടാണെങ്കിൽ പോലും, യഥാർത്ഥ ഉദ്ദേശമൊന്നുമില്ല, ആലങ്കാരികമായിട്ടാണെങ്കിൽ പോലും ചേർത്തിക്കൊടുക്കുക. അള്ളാഹ് ഇറക്കിയ മഴ, അതിന് ഇടവപ്പാതി തിരുവാതിൻ്റെ അകവും പുറന്നൊക്കെ പറയും, അതൊന്നും പറഞ്ഞുകൂടാന്ന്. പടച്ച റബ്ബ് ഇറക്കി, റബ്ബിൻ്റെ ഫെയിലാണത്. എത്രയോ സ്ഥലത്ത് അത് പറഞ്ഞു, യുനസുൽ ഗൈസ, കാലാവസ്ഥയാണ് സ്ഥലം, അതുകൊണ്ട് പെയ്തോളുന്നുണ്ടോ? ഇല്ലല്ലോ, പെയ്യാതൊന്നുകൂടെ. എന്നിട്ട് പെയ്യാതെ നമ്മൾ എന്ത് പറയും? ഇപ്പം കാലാകത്തെ തകഴിഞ്ഞെന്ന് പറയും. കർക്കത്തിന് മഴയില്ല, ഇപ്പം പിന്നെ കന്നിത്തുലാലെ മഴ പെയ്യുന്നില്ല, ഇതാണ് പിന്നെ ഇതിലാണ് ചിങ്ങം കഴിയാൻ മഴയുണ്ടെന്ന് പറയും. ഇത് കാലം കുത്തനായി എന്നും പറയും. ആദ്യം നേരാക്കിയതാരാ? നമ്മൾ തന്നെയാണ്. ഇപ്പം കുത്തനാക്കിയത് നമ്മൾ തന്നെയാണ്. അപ്പം അതൊന്നുമില്ല. പടച്ച റബ്ബ് ഓരോ നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് എവിടെ പെയ്യണം, എപ്പോൾ പെയ്യണം, എന്ന് പെയ്യണം അന്ന് തീരുമാനിച്ചു, അത് പെയ്തു. ഇക്കൊല്ലം കുറച്ച് തോനെ കിട്ടി, അടുത്ത കുറച്ച് കുറഞ്ഞു. എന്തേ കുറഞ്ഞത്? റബ്ബിൻ്റെ ഉദ്ദേശം അതാണ്. അത്രയുള്ളൂ. ആ മഴ പിടിച്ചു വെക്കാൻ ഇപ്പം അല്ല എന്തെങ്കിലും ഹിക്മത്തുണ്ടാകും. ചിലപ്പോൾ മനുഷ്യൻ്റെ പാപം ഒരു കാരണമായിട്ടുണ്ടാവും. അങ്ങനെയും വരാം. മനുഷ്യന്മാരെ പാപം കാരണം മഴ പിടിച്ചു വെക്കും. ഇസ്തിഗ്ഫാർ ചെയ്താൽ മഴ കിട്ടും അല്ല പറഞ്ഞില്ലേ? ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിൽ സമാ അലൈക്കും മിദ്റാറ. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, മഴ പെയ്യിക്കുന്നത്. അപ്പോൾ ഒരു നിമിത്തമാണത്. അല്ലാഹ് മഴ അയക്കാൻ ഒരു കാരണമാണ് മനുഷ്യന്മാർ ഇസ്തിഗ്ഫാർ ചെയ്യുക. ഉമർ ഖത്താബിന്റെ കാലത്തിൽ ക്ഷാമുണ്ടായപ്പോൾ ഇബ്നു അബ്ബാസ് പ്രാർത്ഥിച്ച് പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ലം യൻസിൽ ബലാഉൻ ഇല്ലാ ബിദംബിൻ, അപ്പോൾ ഏത് പരീക്ഷണം വരുന്നതും പാപം നിമിത്തമായിട്ടാണ്. വലം യുക്ഷഫ് ഇല്ലാ ബിതൗബത്തിൻ, തൗബ കൊണ്ടല്ലാതെ അത് ഒഴിവായി കിട്ടാറില്ല. അപ്പം അതൊരു നിമിത്തമാണ്. അതൊന്നുമല്ലാതെ ആ നക്ഷത്രം അതൊരിക്കലും മഴ പെയ്യാൻ യാതൊരു ബന്ധവും അതുമായിട്ട് ഇല്ല. അപ്പം അള്ളയാണ് പെയ്യിപ്പിക്കുന്നത്. യെസ് യെസ് യെസ്
Independent and it have no yes, yeah, between the natural, it is normal, yes, it is normal, it is allowed. അത് ശാസ്ത്രമാണ്. പക്ഷെ അതൊക്കെ അള്ളാഹു വഴി എത്തുന്നുണ്ട്. ഇപ്പം ഇവിടുന്ന് നീരാവിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് പെയ്യാന്നൊക്കെയാണ് പറയണത്. സീത ചോദിച്ചത് പിന്നെ കടലിലെങ്ങനെ മഴ ചോദിച്ചത്, ഇതിന് ഉത്തരമില്ലല്ലോ. അപ്പോൾ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് മുഴുവൻ എന്താണ്? മഴ ഇറക്കി മഴ ഇറക്കി മഴ ഇറക്കി എന്നാണ്. ഇവിടെ നിന്നാണ് കേട്ടുണ്ടാവാം, നിരാവിയിട്ട് പോകുണ്ടാവും. പക്ഷേ എല്ലാ പ്രയോഗം അതാണ്, മഴ ഇറക്കി മഴ ഇറക്കി എന്നാണ്. അപ്പം അതൊന്നും നമുക്ക് ഒരു വശം അതുണ്ടായേക്കാം എന്നല്ലാതെ അതുകൊണ്ട് മാത്രം മഴ തോന്നുന്നില്ല, അങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞുകൂടാ. മരുഭൂമി മഴയുണ്ട്, ഈ പറഞ്ഞ കടലിൽ മഴയുണ്ട്, വെറും കാട്ടിൽ മഴ ഇല്ലാത്തുണ്ട്. അതൊക്കെ റബ്ബിൻ്റെ ഓരോ തീരുമാനങ്ങൾ, അവൻ്റെ ഇറാദത്ത്, അവൻ്റെ മശീഅത്ത്, അവൻ്റെ ഖുദ്റത്ത്, അവൻ്റെ ഹിക്മത്ത്, അതാണ് ഏതിലുമുള്ളത്. പ്രത്യേകിച്ച് മഴ വർഷിപ്പിക്കുക എന്നുള്ളത് റബ്ബ് അവൻ്റെ ഫെയിലായിട്ട് പറഞ്ഞാണ്. വയുനസ്സിലുൽ ഗൈസ, റബ്ബ് മഴ വർഷിപ്പിക്കുന്നു. അതെ, അപ്പം അത് പിന്നെ റബ്ബല്ലാത്ത ചേർത്തി പറയാന്നുണ്ടെങ്കിൽ വ്യത്യസ്ത പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്ന് നിഅമത്തിനെ മുൻഇമിലേക്ക് എല്ലാ ചേർക്കലവിടെ. ഒരു നിഅമത്ത് ചെയ്തവനല്ലാതെ മറ്റുള്ളവരെ ചേർത്തി പറയാം, അതിലുണ്ട്. അതോടൊപ്പം അള്ളാഹു ചെയ്ത ഒന്നിനെ റബ്ബല്ലാത്തവരിലേക്ക് ചേർക്കലുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസവും ഇല്ല ആലങ്കാരികമായി പ്രയോഗിച്ചാണ്, എന്നാൽ പോലും അത് ഹറാമാണ്. സദ്ദൻ ലിദ്ദരീഅത്തി, ഒരു പഴുതടക്കാൻ വേണ്ടി. കാരണം ഓരിപ്പത് പറയും, ആ പറഞ്ഞ ആ സമയത്ത് മഴ പെയ്തും ചെയ്തു, അപ്പോൾ ഒരു വിശ്വാസം ഉള്ളു, കണ്ടോ അപ്പോൾ കാരണം പറഞ്ഞത് ശരി തന്നെയാണ്, മഴ കിട്ടല്ലോ. അപ്പോൾ ആദ്യം ആലങ്കാരികമായിട്ട് പറഞ്ഞതാണെങ്കിലും ഇപ്പം അതിലേക്ക് ഒന്നും കൂടി അവന് ഇത് വരവെക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു പഴുതടക്കുക, അത് അസദ്ദൻ ലിദ്ദരീഅത്തി, ദരീഅത്ത്, ആ പഴുത് അടക്കാൻ വേണ്ടി. വഖദ് റവൽ ബുഖാരിയു വമുസ്ലിമുൻ അൻ സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ഖാലിദ് പറയുന്നതായി ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നു. ഖാല സ്വല്ലല്ലാ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹി ബിൽ ഹുദൈബിയ്യത്തി, ഹുദൈബിയയിൽ വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും കൂട്ടി സുബ്ഹിസ്കരിച്ചു. അലാ അസ്രി സമാഇൻ കാനത്ത് മിനൽ ലൈൽ, രാത്രി മഴ പെയ്തതിൻ്റെ പിറ്റേന്നുള്ള സുബഹിക്ക് നബി ഞങ്ങളെയും കൂട്ടി ഹുദൈബിയയിൽ വെച്ച് സുബ്ഹിസ്കരിച്ചു. തലേന്ന് രാത്രി മഴ പെയ്തിരുന്നു. ഫലമ്മൻ സ്വറഫ, നിസ്കാരം കഴിഞ്ഞപ്പോൾ അഖ്ബല അലന്നാസ്, ജനങ്ങളിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരുന്നു, മുന്നിട്ടിരുന്നു. എന്ന് ചോദിച്ചു. ഫഖാൽ വഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബ് എന്താ പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു അല്ലാഹു റസൂലുഹു അഅലം. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഖാല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, ഇന്ന് നേരം പുലർന്നപ്പോൾ എൻ്റെ അടിമകളിൽ ചിലർ മുഅ്മിനായിരിക്കുന്നു, ചിലർ കാഫിറായിരിക്കുന്നു. ഇത് അല്ലാഹ് പറഞ്ഞിരിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഫഅമ്മാ മൻ ഖാൽ, പറഞ്ഞവൻ, എന്തു പറഞ്ഞവൻ? മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി, അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞവൻ, ഫദാലിക മുഅ്മിനും ബി കാഫിറുൻ ബിൽ കവാകിബ്, അവൻ എന്നിൽ വിശ്വസിച്ചവനാണ്, നക്ഷത്രങ്ങളെ അവിശ്വസിച്ചവനാണ്. വഅമ്മാ മൻ ഖാല മുത്തിർനാ ബിനൗഇ കദാ വകദാ, എന്നാൽ ഇന്ന ഇന്ന നക്ഷത്രം കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞവൻ, ഫദാലിക കാഫിറുൻ ബി, എന്നെ അവിശ്വസിച്ചവനാണ്, മുഅ്മിനും ബിൽ കവാകിബി, നക്ഷത്രങ്ങളെ വിശ്വസിച്ചവനാണ് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് നബി തങ്ങൾ രാവിലെ പറഞ്ഞു കൊടുക്കുകയാണ്. മഴ പെയ്തപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഈ മഴ പെയ്തപ്പോൾ കുറേ മനുഷ്യന്മാരെ ഈമാൻ തെറ്റിപ്പോയി. ഒരു മഴ പെയ്യുമ്പോൾ കുറേ മനുഷ്യന്മാരെ ഈമാൻ തെറ്റി, വെയിലടിച്ചാലും ഉണ്ടാവും, കാറ്റടിച്ചാലും ഉണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാവും, അവിടെയൊക്കെ ഉണ്ടാവും. അവിടേക്ക് കുറേ ആളുകളെ ഈമാൻ തെറ്റിപ്പോകുന്നു. ബുഖാരി മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച ഹദീസാണ്. ഫഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ എന്ന് പറഞ്ഞല്ലോ. അവിടെ വഫസ്സൽ മുഅ്മിന, മുഅ്മിൻ എന്നതിനെ വിശദീകരിച്ചു. ബിഅന്നഹു അല്ലദീ യൻസബുൽ മത്റ ഇലാ ഫദ്ലില്ലാഹി വറഹ്മത്തിഹി, ഈ ഹദീസിൽ മുഅ്മിൻ ആരാണ്? മഴയെ അല്ലാഹുവിന്റെ ഫദ്ലിലേക്കും റഹ്മത്തിലേക്കും ചേർത്തി പറഞ്ഞവൻ. വഫസ്സൽ കാഫിറ, കാഫിറിനെ വിശദീകരിച്ചതോ ബിഅന്നഹു അല്ലദീ യൻസബുൽ മത്റ ഇലൽ കവാകിബി, നക്ഷത്രങ്ങളിലേക്ക് ഈ മഴയെ ചേർക്കുന്നവൻ. എന്നാൽ വേറൊന്നും ചിലപ്പോൾ ഇവിടെ വേറൊന്നും പറഞ്ഞിട്ടില്ല, ഈ വിഷയം മാത്രമാണ് പറഞ്ഞത്. അപ്പം മഴ പെയ്താൽ അത് അള്ളാഹിന്റെ ഫദ്ല്, അള്ളാഹിന്റെ റഹ്മത്ത് പറഞ്ഞവൻ മുഅ്മിൻ, നക്ഷത്രം കൊണ്ടെന്ന് പറഞ്ഞവൻ കാഫിർ എന്നാണ് ഇപ്പം ഈ ഹദീസിലുള്ളത്. വഹാദാ ഫീഹി ദലീലുൻ, ഇതിൽ തെളിവുണ്ട്, അലാ അന്നഹു ലാ തജൂസു നിസ്ബത്തു അഫ്ആലില്ലാഹി ഇലാ ഗൈരിഹി,
അള്ളാഹുവിൻ്റെ ഫെയിലുകൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരേക്ക് ചേർത്താൻ പാടില്ല എന്ന് തെളിവാണിത്. ഓന് വേറൊന്നും ചെയ്തിട്ടില്ല, ഓന് വിശ്വാസം മാറിയിട്ടില്ല, വേറെ ശിർക്ക് ചെയ്യാൻ പോയിട്ടില്ല, ഒന്നുമില്ല. ഓനാകെ ചെയ്യുന്ന അള്ള ചെയ്തൊരു പണിയെ നക്ഷത്രത്തിലേക്ക് ചേർത്തി പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഈ പ്രയോഗം പ്രയോഗിച്ചത്. ഒ അന്നദാലിക കുഫ്റുൻ, അങ്ങനെ ചെയ്യൽ കുഫ്റാണ് എന്നും ഈ ഹദീസിന് മനസ്സിലാവും. ഫൈനഴ്ത്തഖദ മൻ ഫഅല ദാലിക, ഞങ്ങൾ ചെയ്യുന്ന ഒരാൾ വിശ്വസിച്ചാൽ അന്നദിൽ കൗകബി തഅ്സീറൻ ഫീ ഇൻസാദിൽ മത്തരി, മഴ വർഷിപ്പിക്കുന്നതിൽ നക്ഷത്രങ്ങൾക്ക് സ്വാധീനമുണ്ട് വിശ്വസിച്ചാൽ ഫഹാദാ കുഫ്റുൻ അക്ബർ, അത് വലിയ കുഫ്റാണ്. ലിഅന്നഹു ഇശ്റാകും ഫി റുബൂബിയ്യത്തി, അത് റുബൂബിയ്യത്തിലെ ശിർക്കാണ്. കാരണം റബ്ബിൻ്റെ ഫെയിലിനെ മറ്റൊരു ചേർത്തി കൊടുക്കുകയാണ്. അപ്പം റബ്ബിന് മാത്രം അവകാശപ്പെട്ടത് റബ്ബല്ലാത്തത് ചേർത്തി, അത് റുബൂബിയ്യത്തിലെ ശിർക്കാണ്. വൽ മുശ്രികു കാഫിറുൻ, മുശ്രിക്കെല്ലാം കാഫിറുമാണ്. വഇല്ലം യഅ്തഖിദ്, ഇവർ വിശ്വസിച്ചിട്ടൊന്നുമില്ല അന്നദിൽ കവാകിബി തഅ്സീറൻ ഫീ ഇൻസാദിൽ മത്തർ, മഴ പെയ്യിപ്പിക്കുന്നതിൽ നക്ഷത്രങ്ങൾക്ക് സ്വാധീനമൊന്നും വിശ്വസിച്ചിട്ടില്ല. പിന്നെയോ വഇന്ന മനസബഹു ഇലൈഹി മജാസൻ, ആലങ്കാരികമായി ചേർത്തതാണ് എങ്കിൽ ഫഹാദ മുഹറമുൻ, അത് ഹറാമാണ്. വഹുവ മിനശ് ശിർക്കിൽ അസ്ഗർ, അത് വലിയ ശിർക്കുമാണ്. ലിഅന്നഹു നസബ നിഅമത്തല്ലാഹി ഇലാ ഗൈരിഹി, ചെറിയ ശിർക്കുമാണ്. ശിർക്കുൽ അസ്ഗർ ചെറിയ ശിർക്കാണ്. കാരണം ലിഅന്നഹു നസബ നിഅമത്തല്ലാഹി ഇലാ ഗൈരിഹി, അല്ലാഹുവിന്റെ നിഅമത്തിനെ റബ്ബല്ലാത്തവരിലേക്ക് അവൻ ചേർത്തി. ഖാലൽ ഖുർത്തുബി റഹിമഹുല്ലാഹ്, ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഇമാം ഖുർത്തുബി പറയുന്നു, വകാനത്തുൽ അറബു ഇദാ ത്വലഅ നജ്മുൻ മിനൽ മശ്രിഖി വസഖത ആഖിറു മിനൽ മഗ്രിബി, അറബികളെ പതിവായിരുന്നു കിഴക്ക് ഭാഗത്ത് നക്ഷത്രം ഉദിക്കുകയും പടിഞ്ഞാറ് മറ്റൊരു നക്ഷത്രം അസ്തമിക്കുകയും ചെയ്താൽ ഫഹദസ ഇൻദ ദാലിക മത്റുൻ, ആ സമയത്ത് മഴ പെയ്താൽ, ഔ റീഹുൻ, അല്ലെങ്കിൽ കാറ്റടിച്ചാൽ, ഫമിൻഹും മൻ യൻസുബു ലിത്വാലിഇ, ചിലർ അതിനെ പറയും ഈ നക്ഷത്രം ഉദിച്ചത് കൊണ്ടാണ് ആ കാറ്റടിച്ചത്, ആ മഴ പെയ്തത് എന്ന് പറയും. വമിൻഹും മൻ യൻസുബു ലിൽ ഗാരിബി, ചിലർ പറയും ആ അസ്തമിച്ചത് കൊണ്ടാണ് മഴ പെയ്തത്, ഒന്നിവിടെ ഉദിച്ചു ഒന്ന് അപ്പുറത്ത് അസ്തമിച്ചു, അപ്പം ഇത് ഉദിച്ചത് കൊണ്ട് മഴ പെയ്തു ചിലർ പറയും, മറ്റേ അസ്തമിച്ചുകൊണ്ട് മഴ പെയ്തു എന്ന് വേറെ ചിലരും പറയും. അഥവാ ആ നക്ഷത്രമാണ് ഇത് ഉണ്ടാക്കിയത് എന്ന നിലയ്ക്ക് അവർ പറയുമായിരുന്നു ജാഹിലിയ്യ കാലത്ത്. ഈ നക്ഷത്രമാണ് മഴ പെയ്യിപ്പിച്ചത്, ഈ നക്ഷത്രമാണ് കാറ്റടിപ്പിച്ചത് എന്ന് പറയും. നാളത്തെ ഹദീസ് പറഞ്ഞ ആ വാക്കുകൾ ഉപയോഗിക്കും. ഏത് മുത്തിർനാ ബിനൗഇ കദാ വകദാ ഫനഹശാരിഉ അൻ ഇത്ലാഖി ദാലിക, അവിടെ ആ പ്രയോഗം തന്നെ ശരഅ് വിലക്കി. ഓരോ പ്രയോഗിച്ചു ഒരു വിശ്വാസം അതായിരുന്നു. നമ്മളെ വിശ്വാസം പാടില്ല എന്ന് മാത്രമല്ല പറഞ്ഞത്, ആ വാക്കന്നെ പ്രയോഗിക്കാൻ പാടില്ല. ലിഅല്ലാ യഅ്തഖിദ അഹദുൻ, ഒരാളും വിശ്വസിക്കാതിരിക്കാൻ ഇഅ്തിഖാദഹും, അവരുടെ വിശ്വാസം ഒരാൾ വിശ്വസിക്കാൻ പാടില്ല. വലാ യതശബ്ബഹു ബിഹിം ഫീ നുത്ഖിഹിം, ആ പ്രയോഗത്തിൽ പോലും അവിടെ സാദൃശ്യപ്പെടാനും പാടില്ല എന്നതുകൊണ്ടാണ് അത് അല്ലാഹു തആല ഈ വാക്കിനെ പ്രത്യേകമായി വിലക്കിയത്. ഇൻതഹ. ഇമാം ഖുർത്തുബിയുടെ വാക്ക് അവിടെ അവസാനിക്കുന്നു. വഖദ് റവാ മുസ്ലിമുൻ ഫീ സ്വഹീഹിഹി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റു ഹദീസ്, ഫീ സബബി നുസൂലി ഖൗലിഹി തആല, നേരത്തെ പറഞ്ഞ ആയത്ത് ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം എന്ന ആയത്ത് ഇറങ്ങാനുള്ള കാരണം സബബുൻ നുസൂലായി ഇമാം മുസ്ലിം റിപ്പോർട്ട് കാണാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് പറയുന്നു, ഖാല ബഅ്ദുഹും, ചിലർ പറഞ്ഞു, ലഖദ് സ്വദഖ നൗഉ കദാ വകദാ, ആ നക്ഷത്രം അത് സത്യമായി. ഒരു നക്ഷത്രം ഉദിക്കുമ്പോൾ പറയും ആ നക്ഷത്രം ഉദിച്ചു ഞാൻ മഴ പെയ്യും, അപ്പോൾ മഴയാണ് പെയ്തു, അവർ അപ്പം കണ്ടോ ശരിയാണല്ലോ, ശരിയായല്ലോ, സത്യമായല്ലോ, ആ നക്ഷത്രം വന്നപ്പോൾ മഴ പെയ്തല്ലോ എന്ന് പറയും. ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയാത്ത്, അപ്പോഴല്ലാഹു തആല ഈ ആയത്ത് ഇറക്കിയത്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം എന്നത് മുതൽ ഇലാ ഖൗലിഹി വതജഅലു റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ എന്നത് വരെയുള്ള ആയത്തുകൾ അല്ലാഹു ഇറക്കിയത് ആ വിഷയത്തിലാണ്. ഫഇൻസാഉൽ മത്വരി മിനല്ലാഹ്, മഴ വർഷിപ്പിക്കുന്നത് പടച്ച റബ്ബിൽ നിന്നാണ്. വബിഹൗലിഹി വഖുവ്വതിഹി, അവൻ്റെ കഴിവും ശക്തിയും കൊണ്ടാണ്. ലാ ദഖല ലിമഖ്ലൂഖിൻ ഫീഹി, ഒരു മഖ്ലൂഖിനും അതിൽ ഒരു പങ്കുമില്ല. ഏതെങ്കിലും സൃഷ്ടിക്ക് മഴ വർഷിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു റോളും ഒരാൾക്കുമില്ല, അത് പടച്ചവന് മാത്രമാണ്. കമാ ഖാല തആല അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അല്ലാഹു ഖുർആനിൽ ചോദിച്ചു, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളാണോ ഇറക്കിയത് അതല്ല നാം ആണോ ഇറക്കിയത്? മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹുക്കല്ലാതെ മറ്റാർക്കും ഒരു പങ്കും ഇല്ല എന്നിരിക്കുക. അത് പിന്നെ
ഒരു നക്ഷത്രത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു നേർച്ചയിലേക്ക്, അല്ലെങ്കിൽ ജാളത്തിലേക്ക്, ഒരു തങ്ങളിലേക്ക് ഒക്കെ ചേർത്തി പറയാന്ന് പറഞ്ഞാൽ അത് വലിയ അപരാധമാണ്. ഫമൻ നസബ ഇൻസാദൽ മത്വരി, അതുകൊണ്ട് മഴ വർഷിക്കലിനെ വല്ലതും ചേർത്തി പറഞ്ഞാൽ ഇതിൽ കവാകിബി നക്ഷത്രങ്ങളിലേക്ക്, ഔ യല്ലവാഹി ത്വബിഇയ്യ അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് അതൊക്കെ ചേർത്തി പറഞ്ഞാൽ കൽ ഇൻഖിഫാദുൽ ജവ്വിയ്യി അവിൽ മനാഹി, ക്ലൈമറ്റ് കാലാവസ്ഥ കാരണമാണ് അല്ലെങ്കിൽ ന്യൂനമർദ്ദം കാരണമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഫഖദ് കദബ, അവൻ കളവ് പറഞ്ഞിരിക്കുന്നു. വഫ്തറ അവൻ കളവുണ്ടാക്കി പറഞ്ഞിരിക്കുന്നു. വഹാദാ ശിർക്കുൻ അക്ബർ, അത് വലിയ ഷിർക്കാണ്. ഇനി വൈകാണയാഴ്ച വിശ്വസിക്കുന്നുവെങ്കിൽ അന്നൽ മുനസ്സലഹു അല്ലാഹ്, മഴ പെയ്യിപ്പിക്കുന്ന പടച്ചോൻ തന്നെയാണ്. പക്ഷേ വലാകിൻ നസബു ഇലാ ഹാദിൽ അഷ്യാഇ മിൻ മാബിൽ മജാസ്, അലങ്കാര അർത്ഥത്തിലാണ് ഇതിലേക്കെല്ലാം ചേർത്തത് എങ്കിൽ ഫഹാദ ഹറാമുൻ, ഹറാമാണ്. വകുഫ്റുൻ അസ്ഗർ, ചെറിയ കുഫ്റുമാണ്. ലിഅന്നഹു നസബ നിഅമത ഇലാ ഗൈരില്ലാഹ്, നിഅമത്തിനെ അല്ലാത്തതിലേക്ക് അവൻ ചേർത്തി പറഞ്ഞു. എല്ലാ നിഅമത്തും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് പിന്നെ മറ്റുള്ളവർക്ക് ചേർത്തി പറഞ്ഞാലോ അത് റബ്ബിനോട് കാണിക്കുന്ന നന്ദി കേടാണത്. കല്ലദീ യഖൂൽ മുത്തിർനാ ബിനൗഇ കദാ വകദാ എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇതെല്ലാം. വമാ അക്സറു തസാഹുലി ഫീ ഹാദൽ അംരി, ഈ കാര്യത്തിൽ എത്രയാണ് ആളുകൾ അലംഭാവമുള്ളത്. ഒരു വിഷയം ആരും ഇന്ന് പരിഗണിക്കുന്നതിലർത്ഥം വലിയ അലംഭാവം ആളുകൾക്കിതിലുണ്ട്. അലാ അൽസത്തിൽ ഫലക്കിയീൻ, ഗോളശാസ്ത്രജ്ഞന്മാരുടെ നാവിലൂടെ വരും. വബഅദി സുഹഫിയീൻ, ചില പത്രമാധ്യമങ്ങൾ, അവർ ഇഅ്ലാമിയീൻ, വാർത്താ പ്രവർത്തകന്മാർ ഓലൊക്കെ ഇങ്ങനെ ഒരു ശ്രദ്ധയുമില്ലാതെ ഇത്തരം പദങ്ങൾ പ്രയോഗിക്കാറുണ്ട്. ഫയജിബു അലൽ മുസ്ലിമി അൻ യൻതബിഹ ലിഹാദാ, മുസ്ലിമായ ആൾ ഇതൊക്കെ ശ്രദ്ധിക്കൽ നിർബന്ധമാണ്. വല്ലാഹുൽ മുവഫിഖ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പദങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അർത്ഥം പടച്ച റബ്ബ് തന്ന ഒരു നിഅമത്തിനെ ഒരു പടപ്പിലേക്കും ചേർത്തി പറയാൻ നമുക്ക് അവകാശമില്ല. എനിക്ക് വിശ്വാസമില്ല, അങ്ങനെ ഉദ്ദേശമില്ല എന്നൊക്കെ പറഞ്ഞാലും അത് അള്ളാഹ് മഴ പെയ്യിപ്പിച്ചു, അത്രേ ഉള്ളൂ. റബ്ബിൻ്റെ ഫദ്ലാണ്, അവൻ്റെ റഹ്മത്താണ് എന്ന് ഞാൻ പറയാവൂ. താസിഅൻ, ഒമ്പതാമത്തെ കാര്യം, അവസാനത്തെ കാര്യവും നിസ്ബത്തു നിഅമി ഇലാ ഗൈരില്ലാഹ്, നിഅമത്തുകളെ അല്ലാഹു അല്ലാത്തവർക്ക് ചേർത്തി പറയുക. ഇപ്പം പറഞ്ഞു മഴ മാത്രമാണ്, ഇനി മഴ മാത്രമല്ല ഏത് നിഅമത്തിനെയും റബ്ബല്ലാത്തത് ചേർത്തി പറയുക. അവിടെ പോയതുകൊണ്ട് സോക്കേട് മാറി, ഇയാളുണ്ടായതുകൊണ്ട് എനിക്കത് കുട്ടിയുണ്ടായി, ഇയാൾ പറഞ്ഞതുകൊണ്ട് എൻ്റെ മുറാദ് ഹാസിലായി, ഇതൊക്കെ എന്തിനാണ്? നിഅമത്ത് തന്ന റബ്ബിനെ മറന്ന് അല്ലാത്തവരിലേക്ക് ആ നിഅമത്ത് ചേർത്തി പറയലാണ്. സബഖൽ കലാം മിൻ അൻ ഹുക്മി നിസ്ബത്തുൽ മത്ഇ ലിൽ അൻവാഇ വൽ ഇസ്തിസ്ഖാഇ ബിഹ, നേരത്തെ പറഞ്ഞു മഴ നക്ഷത്രങ്ങൾ ചേർത്തി പറയൽ. വൽ കലാമുൽ ആൻ ഫി ഹുക്മി നിസ്ബത്തുൽ നിഅമി ഉമൂമൻ ഇലാ ഗൈരി, ഏത് നിഅമത്തിനെയും അല്ലാഹു അല്ലാത്തവർക്ക് ചേർക്കലാണ് ഇവിടുത്തെ സംസാര വിഷയം. ഇന്നൽ ഇഅ്തിറാഫ ബിഫദ്ലില്ലാഹി വനിഅമിഹി വൽ ഖിയാമ ബിശുക്രിഹി മിൻ സ്വമീമിൽ അഖീദ, എല്ലാ നിഅമത്തും റബ്ബിൽ നിന്നാണ് എന്ന് അംഗീകരിക്കലും അത് വകവെച്ചു കൊടുക്കലും അതിന് നന്ദി കാണിക്കലുമാണ് അഖീദയുടെ അടിസ്ഥാനം. പടച്ച റബ്ബിന് വിശ്വാസം ഉണ്ടെന്ന അർത്ഥം എന്താണ്? എനിക്കുള്ള എല്ലാം റബ്ബ് തന്നതാണ് എന്ന ബോധ്യം. എൻ്റെ പക്കൽ എന്തുണ്ടോ അതെല്ലാം റബ്ബിൻ്റെ നിഅമത്താണ്, ആ റബ്ബിനെ ശുക്ർ കാണിക്കുക, ഇതാണ് നമ്മുടെ ശരിയായ അഖീദ തന്നെ. കാരണം നിഅമത്തിനെ അത് തന്നവനേക്ക് അല്ലാതെ ചേർത്തുക എന്നുള്ളത്, അതായത് അള്ളാഹുവാണ്, അവനിലേക്ക് അല്ലാതെ ചേർത്തിയാൽ ഫഖദ് കഫറഹ, ആ നിഅമത്ത് അവൻ നിഷേധിച്ച പോലെയാണ്. വഅശ്റക ബില്ലാഹി, അവൻ റബ്ബിൽ പങ്കുചേർത്തു. ബിനിസ്ബതിഹാ ഇലാ ഗൈരിഹി, ആ നിഅമത്തിനെ റബ്ബല്ലാത്തതിലേക്ക് ചേർക്കുക വഴി അവൻ റബ്ബിൽ പങ്കുചേർത്തിരിക്കുന്നു. ഖാല അല്ലാഹു തആല യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹാ വഅക്സറുഹുൽ കാഫിറൂൻ. യഅരിഫൂന നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്ത് അവർ മനസ്സിലാക്കുന്നു. സുമ്മ യുൻകിറൂനഹാ, എന്നിട്ട് അവർ നിഷേധിക്കുന്നു. വഅക്സറുഹുൽ കാഫിറൂൻ, അവർ അധികം ആളും കാഫിറാകുന്നു എന്ന് അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കി. അപ്പോൾ ഏത് നിഅമത്തും സബബൊക്കെ ഉണ്ടാവാം, പക്ഷെ ആ നിഅമത്ത് റബ്ബിൽ നിന്നാണ്. ഈ സബബ് കേവലം സബബ് മാത്രമാണ്, ആ സബബോടിരിക്കുന്നുണ്ടായിക്കൊള്ളുന്നില്ല. സബബ് മുസബബിനെ നിർബന്ധമാക്കുന്നില്ല. കാരണങ്ങളുണ്ടായാൽ കാര്യമുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, കാരണങ്ങളില്ലാതെയും കാര്യം നടക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് കാരണങ്ങളെ അവലംബിച്ചുകൂടാ, അസ്ബാബുകളെ എഴുത്തിമാതില്ല, അവലംബം പടച്ച റബ്ബിനെ തവക്കൽ അല്ലാഹ്. അസ്ബാബുകളെ ഉപയോഗിക്കുക മാത്രമാണ്, സബബുകൾ ഉപയോഗിക്കുക, സബബിനെ അമിതമായി ആശ്രയിക്കുകയോ
അത് അവലംബിക്കുകയോ ചെയ്തുകൂടാ. അതൊക്കെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതല്ല, അത് ഇതൊന്നുമില്ല, അത് പാടല്ലേ. അത് അന്നും പറ്റില്ല. ഒക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്ന പദപ്രയോഗങ്ങളാണ്. ക്യാമറ വെച്ചുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്നറിയാം, പെരി നായി ഉണ്ടായതുകൊണ്ട് കള്ളം വന്നില്ല എന്ന് പറയാം. അതൊക്കെ ഇതിൽ ഒരു സൈഡിലൂടെ പോകുന്ന വാക്കുകളാണ്. ചിലപ്പോൾ 10 നായ്ക്കൾ ഒപ്പം ഉണ്ടായാലും കള്ളം വന്നുകൂടെയൊന്നുമില്ല. എത്ര എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടത്ത് കള്ളന്മാരുകയില്ലേ, സെക്യൂരിറ്റിയും എല്ലാ സംവിധാനം ഒക്കെ ഉള്ളിടത്തും കാണാം കട്ടുപോണത്. അതൊക്കെ സ്വാഭാവികമാണ്. അത് പടച്ച റബ്ബ് കാര്യം തീരുമാനിച്ചാൽ അത് നടക്കും. അത് തടയാൻ ഇതൊക്കെ അസ്ബാബുകളാണ്. ആ അസ്ബാബ് ഉണ്ടായതുകൊണ്ട് മാത്രം അത് തടയണമെന്നോ നടക്കണമെന്നോ ഇല്ല. അത് നിമിത്തം മാത്രം. റബ്ബിൻ്റെ ഇറാദത്ത്, അവൻ്റെ തൗഫീഖ്, അവൻ്റെ മശീഅത്ത്, അവൻ്റെ ഹിക്മത്ത്, അതാണ് ലോകത്ത് നടക്കുന്ന എല്ലാ ഫെയ്ലുകളുടെയും പിറകിൽ ഉള്ളത്. അതിൽ അല്ലാഹ് ചില നിമിത്തങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ നിമിത്തം നമുക്ക് പ്രാവർത്തികമാക്കാം. ആ നിമിത്തത്തെ അല്ല ആശ്രയിക്കേണ്ടത് റബ്ബിനെയാണ്. അതാണ് അസ്ല്. ആണ് സംശയമില്ലല്ലോ. അവരെല്ലാം പ്രകൃതിയെ ചേർത്തി പറയാണ്. അല്ലെല്ലാം പറഞ്ഞ വാക്കൊക്കെ കൊടുക്കുക ചേർക്കണത് ഈ ഫെയിലൊക്കെ പ്രകൃതിയിലേക്ക് മറ്റു പല ശക്തിയിലേക്ക് ചേർക്കുകയാണ്. ഒരു അള്ളാഹിനെ ക്ഷണിക്കുമ്പോൾ 1000 അള്ളാഹിനൊരു സ്ഥാപിക്കുക. അള്ളാഹിൻ്റെ പേര് പറഞ്ഞില്ല എന്നുള്ളൂ, അള്ളാഹിൻ്റെ പേര് പറഞ്ഞില്ല എന്നുള്ളൂ. അത് തെറ്റായ അക്കീദ സ്വീകരിച്ചവരൊക്കെ അതിലും വലിയ കുഴിയിൽ പോയി ചാടും. അത് ഇസ്ലാമിൻ്റെ ഒരു അസ്ലാണ്. അള്ളാഹു റസൂലും പറഞ്ഞോടത്തുനിന്ന് വിട്ടിട്ട് പുതിയ വല്ലതും കൊണ്ടുവന്നാൽ എന്തിനാണോ ഇതോ വിട്ടത് അതിലും വലിയ അപകടത്തിലേക്ക് പോകാൻ പോയി ചായിട്ടുണ്ടാവുക. അതാണ് ഇതിനൊക്കെ എല്ലാ തെറ്റിപ്പോയ ഫിറക്കത്തിൻ്റെയും അസ്ൽ അതാണ്. ഇപ്പം മുഅ്തസിലികൾ പറഞ്ഞു ഖദറില്ല, അള്ളാഹിനെ ഖദറില്ല. ഒരു പറയാൻ കാരണം എന്താണ്? അള്ളാഹു തആല എല്ലാം നേരത്തെ അറിഞ്ഞു, എല്ലാം കൂടി രേഖപ്പെടുത്തി വെച്ചു. അള്ളാഹ് മശിയത്തുണ്ടായി അള്ളാഹ് നടപ്പാക്കിയതാണെങ്കിൽ പിന്നെ നബിനെ പറഞ്ഞ എന്താ അർത്ഥമുള്ളത്? അള്ളാഹ് തീരുമാനിക്കുക ഇന്ന ആളുകൾക്ക് മുസ്ലിം, അന്ന ആളുകൾക്ക് കാഫിറാവും തീരുമാനിക്കുക. എന്നിട്ട് പിന്നെ അള്ളാഹ് നബിനെ പറഞ്ഞേക്കുക, അവനോട് പറയാം മുസ്ലിമാകാൻ പറയുന്നുണ്ടെങ്കിൽ ഇത് പോയത്തല്ലേ, ഉണ്ടാവില്ലല്ലോ എന്ന യുക്തി കൊണ്ടാണ് അവരത് ഇല്ലയെന്ന് പറഞ്ഞത്. അതിൽ തന്നെ പരിധി വിട്ട ആളുകൾ പറഞ്ഞു അള്ളാഹു തആലക്ക് അങ്ങനത്തെ ഒരു ഖദറേ ഇല്ല. ചിലർ പറഞ്ഞു അള്ളാഹു തആലക്ക് നേരത്തെ അറിയാം, പക്ഷെ അള്ളാഹ് ഇറാദത്തില്ല, മശിയത്തില്ല. ചിലർ പറഞ്ഞു ഇല്ല, ഖദരികളിൽ പിടുത്തമുട്ടൽ പറഞ്ഞു അള്ളാഹ്ക്ക് അത് അറിയുകയുമില്ല. കാരണം ഓരോ വിശ്വസ അള്ളാഹ്ക്ക് അറിയുമെന്ന് പറഞ്ഞാൽ ഖദർ ഇല്ല എന്ന് പറഞ്ഞ് എന്തിനാണോ അത് ബാത്തിലായി. മനസ്സിലായില്ല? ഖദർ ഇല്ല എന്ന് പോലും എന്തിനാ പറഞ്ഞത്? ഖദർ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവനോട് ഹറാമ് ചെയ്യാൻ പാടില്ല, മറ്റ് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ അർത്ഥമില്ലല്ലോ. ഖദർ സച്ചല്ലേ പോവുള്ളൂ. അപ്പം പിന്നെ ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ അവൻ നാളെ എന്ത് ചെയ്യുമെന്ന് അള്ളാഹ് ഇന്ന് എഴുതി വെക്കാൻ പറ്റൂല. പല വാദപ്രകാരം എഴുതി വെച്ചാൽ പിന്നെ അവനോട് കൽപ്പിക്കുന്നതിന് പ്രസക്തിയില്ല. അപ്പോൾ ഓക്കെ, വേണ്ട എഴുതി വെക്കണ്ട. അള്ളാഹ്ക്ക് നേരത്തെ അറിയോച്ചാലോ, നാളെ ഞാൻ എന്ത് ചെയ്യണം അള്ളാഹ്ക്ക് ഇന്ന് അറിയോച്ചാൽ അള്ളാഹ്ക്ക് അറിയുമെന്ന് വന്നാലും കുടുങ്ങിയില്ലേ? അള്ളാഹ്ക്ക് അറിയുമെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പം കണക്കല്ലേ, പിന്നെ അറിഞ്ഞല്ലേ നടക്കുള്ളൂ. ഇപ്പം അബൂലഹബ് കാഫിറായി മരിക്കുന്ന അള്ളാഹ്ക്ക് നേരത്തെ അറിയുമോ? അറിയും. അവൻ നബി വയ്ക്കാണ്ട് പോലെ ഇസ്ലാമിൽ ക്ഷണിച്ചു, പിന്നെ എന്തിനാ അതിനോട് ചോദിച്ചത്? അതുകൊണ്ട് അള്ളാഹ്ക്ക് അറിയില്ല എന്ന് പറയണം, അള്ളാഹ്ക്കിത് അറിയൂല എന്ന് പറയണം. അപ്പം അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനത്തെ ഉദ്ദേശവുമില്ല. മറ്റൊരു അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹ് കണക്കാക്കിയിട്ടില്ല. അപ്പം ഇതിലൊക്കെ പ്രശ്നം എന്താണ്? നാളെ എന്ത് ചെയ്യുമെന്ന് അള്ളാഹ്ക്ക് അറിയില്ല, നമുക്കൊരു പക്ഷെ അറിഞ്ഞേക്കാം അല്ലേ? അപ്പം അള്ളാഹ്ക്കാണോ നമുക്കാണോ ഇരുമ്പ് കൂടുതൽ വെച്ചാൽ ഓൻ പറയേണ്ടി വരും എന്ത്? നമുക്കറിയേണ്ടി വരും. അപ്പം തിങ്കളാഴ്ച വൈകുന്നേരം ക്ലാസ് ഉണ്ട്, നമുക്കറിയാലോ. നടക്കാതെക്കാം നമ്മൾ വിശ്വാസം, നമ്മളെ അക്കിദ പ്രകാരം. ഓരോ അക്കിദ പ്രകാരം ഇത് അള്ളാഹ്ക്ക് അറിയില്ല. ഇതിവിടെ ക്ലാസ് തുടങ്ങുമ്പോഴേ പഠിച്ചോന്ന് അറിയുള്ളൂ. നമുക്ക് നേരത്തെ രാവിലത്തെ അറിഞ്ഞോടെ മെസ്സേജ് അയച്ചത് ഇന്ന് ക്ലാസ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പം അള്ളാഹിനേക്കാൾ അപ്പം അള്ളാഹ്ക്ക് ഇൽമുണ്ടെന്ന് വന്നാൽ ഇവിടെ ദീനി പൊളിന്ന് പേടിച്ചിട്ട് അവസാനം ഇപ്പോൾ എവിടെ എത്തിയത്? അള്ളാഹിനേക്കാൾ ഇൽമുള്ളവന് മനുഷ്യനാണെന്ന് ഒത്തുകെത്തി. ഇനി തിരിച്ച് അബൂലഹബ് മുഅ്മിനാവാൻ അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നോ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പറയാ ഒരു കുട്ടി അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ അത് ഉണ്ടായില്ല. അപ്പം അബൂലഹബ് ഉദ്ദേശിച്ചത് കുഫറാണ്, അള്ളാഹ് ഉദ്ദേശിച്ചതോ ഈമാനാണ്. അപ്പം ആരെ ഉദ്ദേശം നടന്നത്? അബൂലഹബിൻ്റെ. അപ്പം ആരെ വലുതില്ല, പിന്നെ അബൂലഹബിനെ അയച്ചാൽ പോലെ.
അതാണ് ഒന്നാണ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനുണ്ടാക്കുന്ന അസുഖങ്ങളൊക്കെയും അതിലും വലിയ അപകടത്തിലേക്കാണ് അവനെ കൊണ്ടെത്തിക്കുക. അത് ഇസ്ലാമിൻ്റെ മുഴുജത്താണ്, ഇസ്ലാമിൻ്റെ വസതിയത്ത്. അള്ളാഹു റസൂലും പഠിപ്പിച്ച അതേപടി സ്വീകരിച്ചാൽ ഒരു അപകടമില്ല. അവനാണ് യുക്തിയും അവനാൻ്റെ പ്രായോഗികതയും വെച്ചുകൊണ്ട് അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിക്കാൻ നിന്നാൽ അതൊക്കെ പരസ്പരം വൈരുദ്ധ്യമായി മാറും. ഇല്ല, പറ്റില്ല. അപ്പോൾ ഒപ്പിക്കണ്ട. അപ്പം ഹദീസ് ശരിക്കേണ്ടി വരും. പിന്നെ അതേ പറ്റുള്ളൂ. ഹദീസ് ശരിക്കുക, ആയത്ത് ഒഴിവാക്കുക, അപ്പം പറ്റും. അല്ലാഹു തആല പറഞ്ഞു. ഖാല ബഅദുൽ മുഫസ്സിരീൻ, ഈ ആയത്തിന് ചില മുഫസ്സിറുകൾ പറഞ്ഞിരിക്കുന്നു, യഅരിഫൂന അന്ന നിഅമ മിൻ ഇൻദില്ലാഹ്, അഥവാ എല്ലാ നിഅമത്തും റബ്ബിൽ നിന്നാണ് എന്ന് അവർക്കറിയാം. വ അന്നല്ലാഹു വൽ മുൻഇമു അലൈഹിം ബിദാലിക, റബ്ബാണ് നിഅമത്ത് നൽകുന്നവൻ എന്നും അറിയാം. പക്ഷേ വലാകിനും യുൻകിറുന ദാലിക, എന്നിട്ട് അവർ നിഷേധിക്കുന്നു. ഫയസ്ഉമൂന, അവർ വാദിക്കുന്നു, അന്നഹും വരിസൂഹ അൻ ആബാഇഹിം, ഇതൊക്കെ എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് എന്ന് പറയും. കണ്ടമാനം ഭൂമിയുള്ള നിങ്ങൾ വാപ്പ വല്യപ്പാര് പണ്ടേ വലിയ ഭൂമിയുള്ളവരാണ്, ഞങ്ങൾക്ക് പാരമ്പര്യം ഇങ്ങനെ കിട്ടിപ്പോകുന്നത്. അപ്പം അള്ളാഹനെ മറക്കാണ്. അല്ലാതെ ഇത് അള്ളാഹ് തന്നാന്ന് ഇത് വരുന്നില്ല. ഇത് വാപ്പ കുറേ ഉണ്ടായിരുന്നു, വല്യപ്പ കഴിഞ്ഞാണ്. വല്യപ്പ ഇവിടെ വലിയ ആൾ പിന്നെ ആൾ തുടങ്ങുമ്പോൾ അവൻ്റെ വല്യപ്പനെ കുറേ അതുകൊണ്ട് കിട്ടിയാൽ എനിക്കിതൊക്കെ എന്നവൻ പറയും. ഓ ബഅദുഹും യഖൂൽ, ചിലർ പറയില്ല, ലൗലാ ഫുലാനുൻ ലം യകുൻ കദാ വകദാ, മറ്റേ ആളില്ലെങ്കിണ്ടല്ലോ ഇതുണ്ടാവില്ലായിരുന്നു, ഓ ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആയത് എന്ന് പറയുന്ന രീതികൾ. വബഅദുഹും യഖൂൽ ഹാദാ ബിശഫാഅത്തി ആലിഹത്തിനാ, ചിലർ പറയും ഞങ്ങളെ ദൈവങ്ങളുടെ ശഫാഅത്ത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്, ആ നേർച്ചക്കാരെ കൊണ്ടാണ്, അവിടെ പോയി പൈസ ഇട്ടതുകൊണ്ടാണ്, ആ തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്, ഈ ബീവിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ ദൈവത്തെ ചേർത്തൊക്കെ പറയുന്ന ആളുകൾ. വഹാക്കദാ കുല്ലുൻ യൻസിബു നിഅമത ഇലാ മൻ യുഅല്ലിമുഹു മിൻ ആബാഇ വൽ ആലിഹ, എല്ലാവരും താൻ ആരെയാണോ ബഹുമാനിക്കുന്നത് അവരിലേക്ക് ചേർത്തി പറയുന്നു. ഒന്നുകിൽ പിതാക്കളായിരിക്കും, അല്ലെങ്കിൽ ദൈവങ്ങളായിരിക്കും. ഉൽ അഷ്ഖാസി, അല്ലെങ്കിൽ വ്യക്തികളേക്കായിരിക്കും. മുതനാസീന മസ്തറഹ സ്വഹീഹ്, ശരിയായ സ്രോതസ്സിനെ മണന്നുകൊണ്ടാണ് ആൾ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ പഠിച്ചോണ്ടെന്ന് അത് വിളിക്കുന്നില്ല. ഇതിനേക്കാളും നമ്മളെ വാപ്പാനേക്കാളും മുതൽ എത്രയോ വാപ്പാരുണ്ടായിരുന്നു. ഓരോ മക്കളിൽ നിന്ന് വഴിനിറക്കുണ്ടാവും, ഓരോ മക്കളിൽ നിന്ന് ഒന്നുമല്ലാതെ വഴിനിറക്കുന്നുണ്ട്. നമ്മളെ വാപ്പാക്കളിനേക്കാൾ ഏറെ അയാൾക്ക് ഭൂമി ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഉണ്ടായിട്ടും ആ മക്കളിൽ നിന്ന് ഇടനിറക്കുന്ന എത്ര ആളുകളില്ലേ. അപ്പോൾ വാപ്പാക്ക് ഭൂമി ഉണ്ടായതുകൊണ്ടാണെങ്കിൽ ഓർക്കുണ്ടാവട്ടെ. അപ്പം ഇവിടെ തന്നവൻ റബ്ബാണ് എന്നത് മറന്നുകൊണ്ട് ആളുകൾ സംസാരിക്കുന്നു. വൽ മുൻഇമ ബിഹാൽ ഹഖീഖത്തി വഹു അല്ലാഹു സുബ്ഹാനഹു വ തആല, ശരിയായി അർത്ഥത്തിൽ ആ നിഅമത്ത് നൽകിയ അല്ലാഹുവാണ്, അതിനെ മറന്നുകൊണ്ടാണ് ആളുകൾ സംസാരിക്കുന്നത്. കമാ അന്ന ബഅദുഹും യൻസുബു നിഅമത്ത സൈരി ഫിൽ ബഹരി വസ്സലാമത്ത് മിൻ ഖത്രിഹി ഇലാ റീഹി വഹിദ്ഖിൽ മല്ലാഹ്, ചില ആളുകൾ കടൽ യാത്ര ചെയ്തിട്ട് സുരക്ഷിതമായി കരക്കെത്തിയാൽ ആ കപ്പിത്തൻ ആൾ ഭയങ്കര സംഭവം കേട്ടോ, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. എയർപ്ലെയിൻ ഇങ്ങനെ ഇപ്പം മാറി നിന്ന് അനൗൺസൊക്കെ വന്നു, അവസാനം എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ട് എടുക്കാറായി ലാൻഡ് ചെയ്തു. ആ പൈലറ്റ് ആൾ ഭയങ്കര സംഭവം, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അത് കാരണമായിട്ടുണ്ടാകും. പക്ഷെ അതിനേക്കാളും വലിയ യോഗ്യനായ പൈലറ്റ് ഉണ്ടായിട്ടും വിമാനം പൊളിഞ്ഞിട്ടുണ്ട്. അത് ഇവൻ മറക്കുന്നു. ഫയഖൂൽ കാനത്ത് റീഹു തയ്യിബ, നല്ല ശാന്തമായ കാറ്റ്, അതുകൊണ്ടാണ് ബുദ്ധിമുട്ടിൽ ഞങ്ങൾ എത്തിയത് അറിയും. വൽ മല്ലാഹു ഹാദിഖ, നായകൻ കപ്പിത്താൻ നല്ല നൈപുണ്യമുള്ളവനായിരുന്നു എന്ന് പറയും. വമിസ്ലുഹല്യവും, അതേപോലെ ഇന്ന് മായജ്രി അലാൽസത്തിൽ കസീരി, പലരുടെയും നാവിലൂടെ വന്നു പോകുന്നു. മിൻ നിസ്ബത്തി ഉസൂലി നിഅമി വൻദിഫാഇ നിഖമി ഇലാ മജ്ഹൂദിൽ ഹുകൂമാത്തി, ഗവൺമെൻറ്റുകളുടെ പരിശ്രമങ്ങളിലേക്ക് ചേർത്തി പറയാം. ഈ സർക്കാരുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് മാറി കിട്ടി. ആ ഗവൺമെൻറ് വന്നപ്പോൾ അങ്ങനെയായിരുന്നു, ഈ ഗവൺമെൻറ് ഇപ്പം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ പരിശ്രമം കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടൊക്കെ തീർന്നു, അല്ലെങ്കിൽ ഒരുപാട് നിഅമത്തുകൾ കിട്ടി എന്ന് പറയുക. അതിൽ അഫ്രാദി, അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് ചേർത്തി പറയാം. അയാളത്ത് പോയി കൂടിയ ശേഷം പിന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ല, അയാൾക്ക് ഈ ജോലി ശേഷം എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. ഇങ്ങനെയൊക്കെ നിഅമത്തുകളെ അവരിലേക്ക് ചേർത്തി പറയുന്നു. ഔ തഖദ്ദുമിൽ ഇൽമിൽ തജ്രീബി, അല്ലെങ്കിൽ ഈ പിന്നെ ഇത് എന്താണ് എക്സ്പീരിയൻസ്, ആ അറിവ് കൊണ്ട് അതിൻ്റെ മുന്നേറ്റം കൊണ്ടുണ്ടായ നേട്ടം, നമ്മളൊക്കെ ഒരു പരിജ്ഞാനം കൊണ്ട്, നമ്മളൊക്കെ ഒരു കഴിവ് കൊണ്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ഫയഖൂലു മസലൻ തഖദ്ദുമു തിബ്ബി തഗല്ലബ അൽ അംറാദി, വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി
ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ഇല്ലാതാക്കിയിരിക്കുന്നു പറയാം. അതൊന്നുമില്ല, വൈദ്യസം സംഭവിച്ചുകൊണ്ട് പുതിയ കുറെ രോഗം ഉണ്ടായിട്ടുണ്ടാവും. അതും ഇതും ബന്ധമില്ലാന്ന്, അത് റബ്ബ് കണക്കാക്കിയതൊക്കെ അവിടെയൊക്കെ അള്ളാനെ മറന്നുകൊണ്ട് ഇതിലേക്കെല്ലാം ആളുകൾ ചേർത്തി പറയുന്നു. ഔ ഖദാ അലൈഹ, ആ രോഗത്തെ തന്നെ ഇല്ലാതാക്കിയെന്ന് പറയും. വൽ മജ്ഹൂലത്തുൽ ഫുലാനിയ്യ തഖ്ദി അലൽ ഫഖ്രി വൽ ജഹൽ, ഇന്ന പരിശ്രമം കൊണ്ട് ദാരിദ്ര്യമില്ലാതായി. മറ്റു മുമ്പ് ഫുള്ള് ദാരിദ്ര്യം, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് 10 കൊല്ലം ഭരിച്ചപ്പോൾ ദാരിദ്ര്യം പൂർണ്ണമായി നീങ്ങി എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ട്. വൽ ജഹരി, അറിവില്ലായ്മ നാട് നീങ്ങി എന്ന് പറയാം. കാരണം അത് ഇത്രയും വലിയ പരിശ്രമങ്ങൾ ആ ഗവൺമെൻറ് ചെയ്തു. വമ അസ്ബഹ ദാലിക, ഇത്തരം പദങ്ങൾ അൽഫാൽ അല്ലത്തി യജിബു അലൽ മുസ്ലിമി അൻ യബ്തഇദ അൻഹാ, അത്തരം വാക്കുകൾ മുസ്ലിമിന് ഉപയോഗിക്കാൻ പറ്റൂല. അല്ലാത്ത ഉപയോഗിച്ചോട്ടെ, നമ്മളെ കുറ്റപ്പെടുത്താൻ പോണ്ട. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏത് സർക്കാർ വന്നാലും എത്ര വലിയ ആളുകൾ വന്നാലും എന്തുണ്ടായാലും ഒന്നുമില്ലെങ്കിലും പഠിച്ചോൻ എന്താണോ ഇവിടെ കണക്കാക്കിയത് അതുണ്ടാവും. അതിനല്ല പല വഴിക്ക് പല സബബുകളെയും അല്ലാഹു തആല അതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ടാവാം എന്ന് മാത്രം. അത് സബബായി കണക്കാക്കാം, അത് സബബാണെന്ന് പറയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പറഞ്ഞുകൂടാം. അതെ, അല്ല അസ്ബാബായി പറയാം. ചിലപ്പോൾ അവർക്കിട്ടില്ലെങ്കിലും കണ്ടു പോയ എത്ര ഉണ്ടാവും, ചിലപ്പോൾ എന്താ കാരണം പോലും മനസ്സിലാവില്ല. പെട്ടെന്ന് മൊത്തം കല്ലുണ്ട് പോയി, ഒരു പിടുത്തമില്ല, പിന്നെയാണ് തന്നെ പിടിച്ച് കണ്ടുപിടിക്കാറ്. അതൊക്കെ നമ്മളെ കഴിവപ്പെട്ടതല്ല അതൊന്നും. നമ്മൾ ചില വളരെ മൈന്യൂട്ടായ ചില പ്രവർത്തനം മാത്രമേ മനുഷ്യന്മാരിവിടെ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നുമില്ല. അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയണം, അതാണ് മുസ്ലിം ചെയ്യേണ്ടത്. അത് പറയാം, സബബാക്കി പറയാം, സബബായി പറയാം. ഇത് അങ്ങേയറ്റം സൂക്ഷിക്കേണ്ട വാക്കാണ്. ഇതൊക്കെ അള്ളാഹുവിലേക്ക് മാത്രം ചേർത്തി പറയാ, ആ റബ്ബിന് നന്ദി കാണിക്കാം. അല്ലെങ്കിൽ നന്ദി റബ്ബിലേക്കല്ല പോവുക. സുമ്മശ്രീത്ത് വരാൻ പറഞ്ഞു, അപ്പം രണ്ടും വ്യത്യാസമായി. കാരണം ഇതിന് താബിയായിട്ടാണ് മാഷാ അല്ലാ, അള്ളാഹ് ഉദ്ദേശിച്ചു, സുമ്മശ്രീത്ത പിന്നെ ഇവൻ്റെ ഉദ്ദേശവും എന്ന് പറയാം. അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് പിന്നെ ഇവൻ്റെ പരിശ്രമം കൊണ്ട് എന്ന് പറയാം. റബ്ബിൻ്റെ തൗഫീഖും പിന്നെ ഇവിടെയൊക്കെ പരിശ്രമങ്ങളും എന്ന് പറയാം. മറ്റതൊക്കെ അള്ളാഹിനെ മറക്കുന്ന പദപ്രയോഗമാണ്. ചില സൃഷ്ടികൾ കയ്യാൽ നടക്കുന്ന കാര്യങ്ങൾ, അഫ്രാദൻ ഔ ജമാഅത്തിൻ, വ്യക്തികളാവാം സംഘങ്ങളാവാം സംഘടനകളാവാം, അവിടെ കയ്യാൽ നടക്കുന്ന പല കാര്യങ്ങളും അതൊക്കെ മജ്ഹൂലാത്തി, പരിശ്രമങ്ങൾ, ഇന്നമാഹി അസ്ബാബുൻ, അവ അസ്ബാബുകൾ മാത്രമാണ്. അത് പറയാം, അള്ളാഹ് സഹായിച്ചപ്പോൾ അത് തന്നെയാണ്. അതിന് അള്ളാഹ് നിങ്ങളൊരു കാരണമാക്കി, അള്ളാഹ് നിങ്ങൾ നിമിത്തമാക്കി എന്ന് പറയാം. അല്ലാതെ നമ്മുടെ സംഘടന ഉണ്ടായതുകൊണ്ട് ഇവിടെ എല്ലാ പ്രശ്നവും തീർന്നു ഒന്നുമില്ല. അങ്ങനെയൊന്നും എവിടെയും പറയാൻ പറ്റില്ല. സംഘമാവട്ടെ സംഘടനയാവട്ടെ വ്യക്തികളാവട്ടെ ഒന്നും, അതൊക്കെ ഒരു നിമിത്തം മാത്രം. അപ്പം അത് നിമിത്തമാക്കി. ഈ സംഘടന ഇല്ലാത്ത കാലത്ത് ഇവിടെ ആകാശം പുള്ളിനടിനോ? ഇല്ല. ഇതിനും വലിയ സംഘടന ഉണ്ടായാൽ ചിലപ്പോൾ ഈ സംവിധാനം ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? അതുമില്ല. അതൊക്കെ അത്രയേ ഉള്ളൂ. ഇന്നമാഹി അസ്ബാബുൻ, അത് അസ്ബാബുകൾ മാത്രം. കത് തുസ്മിറു വഖദ് ലാ തുസ്മിറു, ചിലപ്പോൾ അത് ഫലപ്പെടും, ചിലപ്പോൾ ഫലപ്പെടുകയില്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയൊക്കെ ചെയ്തിട്ട് എന്താ സംഭവിച്ചാലില്ല, നമ്മൾ എത്ര പരിശ്രമിച്ചു, പക്ഷെ അവസാനം അത് വെറുതായി. അത്രേ ഉള്ളൂ. അത് അസ്ബാബാണ്, അത് സബബ് മാത്രമേ ഉള്ളൂ. അല്ലെ സബബോട് മുസബബ് ഉണ്ടാവൽ നിർബന്ധമില്ല. കാരണമുണ്ടായ കാര്യമുണ്ടാവൽ യാതൊരു നിർബന്ധവുമില്ല. എല്ലാ സ്ഥലത്തും ഒച്ചപ്പാടും ബഹളവും പ്രതിഷേധവും പ്രകടനവും എല്ലാം ഉണ്ടായിട്ട് അവസാനം ബില്ലിൻ്റെ വാസകം പാകാവും. എന്താ ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒന്നും നടന്നു, അത്രേ ഉള്ളൂ. റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മളെ പരിശ്രമം കൊണ്ട് നടന്നു പറയാൻ പറ്റും. പരിശ്രമം അതിനൊരു നിമിത്തം മാത്രം. ഈ അർത്ഥത്തിൽ പറയാം, ഏത് സബ് മാത്രം. അതല്ല കതിറാക്കിയതാണ്. ആ കതിറല്ല ഈ സബുമായി ബന്ധിപ്പിച്ചു. കല്ലേറ് തട്ടി എങ്ങനെ വരുമോ അതേപോലെ കണ്ണു തട്ടി വരും. കല്ലേറ് കൊണ്ടാൽ മുറിവാകുമല്ലോ, അവിടെയും അള്ളാന്റെ കതിർ തന്നെയാണ്. അതേപോലെ തന്നെ കണ്ണേറും. ഈ ചെയ്ത വ്യക്തിയോട് നന്ദി കാണിക്കാം. അലാ ഖദ്രി മാ ബദലൂഹു, അവർ ചെലവഴിച്ച തോതിൽ ഓർക്ക് നന്ദി പറയാം. ഓക്കെ, വലിയ ഉപകാരമായിട്ട് ചെയ്തത് അൽഹംദുലില്ലാ ജസാക്കല്ലാ, അത് നമുക്ക് പറയാം. അത് ഒരിക്കലും ശുക്രാണ്. അല്ല നിങ്ങളെ കൊണ്ട് അതൊക്കെ തീർന്നത് അത് പറയാൻ പറ്റില്ല.
അതൊക്കെ വരും, എല്ലാം വരും. ഓക്കെ. പിന്നെ ഒരാൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടായത് അള്ളാഹുലേക്ക് ചേർത്താവൂ. അത് വിജയിച്ചത്, അതിന് ഫലം കണ്ടത് അത് പടച്ച റബ്ബിൻ്റെ ഉദ്ദേശം കൊണ്ട്. അല്ലെങ്കിലോ നമ്മൾ ഇത്രയൊക്കെ പരിശ്രമിച്ചു വൃഥാവിലാവാം. ചിലപ്പോൾ നമ്മൾ പറയും നമ്മൾ കാര്യമായി പണിയെടുത്തില്ല, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ഉഷാറ്. എന്തുവല്ലോ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നല്ല മാർക്കുണ്ട്. മറ്റോ നമ്മളെക്കാളും 10 ആവും പകലില്ലാതെ ഊണ് വർക്കില്ല പഠിച്ചിട്ടും അവസാനം കണ്ട ഓന് മാർക്കില്ല. അതൊക്കെ വരാം. അതൊക്കെ ചില നിമിത്തങ്ങൾ മാത്രമാണ്. കിതാബിൽ കരീം അൻ അഖ്വാമിൻ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല ആളുകളെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. അൻകറു നിഅമത്തുല്ലാഹി അലൈഹിം, റബ്ബ് കൊടുത്ത നിഅമത്തിനെ നിഷേധിച്ച പലരെയും പറ്റി അള്ളാഹ് പറഞ്ഞു. വനസൂ മാ ഹസ്സലു അലൈഹി മിനൽ മാലി വന്നിഅമതി ഇലാ ഗൈരില്ലാഹ്, അവർക്ക് ലഭിച്ച സമ്പത്ത്, അവർക്ക് ലഭിച്ച നിഅമത്ത്, ഇതൊക്കെ റബ്ബല്ലാത്തവർക്ക് ചേർത്തി പറഞ്ഞ പലരെയും പറ്റി അള്ളാഹു തആല ഖുർആനിൽ പരാമർശിച്ചു. ഇമ്മ ഇലാ കൗനിഹിം യസ്തഹിഖൂനഹ, ഒരു പറഞ്ഞ ഒന്നുകിൽ ഒരു പറഞ്ഞ് എനിക്കത് കിട്ടാൻ അർഹത ഉണ്ട് അതുകൊണ്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞവർ അള്ളാഹ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് കൊടുത്തതല്ല പറഞ്ഞത്, എനിക്കത് കിട്ടാനുള്ള യോഗ്യത ഉണ്ട് അതുകൊണ്ട് കിട്ടി എന്ന് പറഞ്ഞവർ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു. ഔ ഇലാ ഖിബ്റത്തിഹിം, അല്ലെ അവരുടെ പരിജ്ഞാനം. നമ്മളൊക്കെ പാരമ്പര്യമായിട്ട് വലിയ കച്ചവടക്കാരാണ്, കച്ചവടത്തെ എല്ലാ തന്ത്രവും നമുക്ക് അറിയാം, അതുകൊണ്ടാണ് നമ്മളെ കച്ചവടം പിടിച്ചിരിക്കണത്. അതൊന്നുമല്ല, അങ്ങനൊന്നും പറഞ്ഞുകൂടാ. വമഅരിഫത്തിഹിം, അവരുടെ അറിവിലേക്ക്, വമഹാറത്തിഹിം, അവരുടെ കഴിവിലേക്കൊക്കെ ചേർത്തിപ്പെടുന്ന ആളുകൾ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. ഖാല തആല അൽ ഇൻസാൻ, അല്ലാഹ് മനുഷ്യന്മാരെ പറ്റി പൊതുവായി പറഞ്ഞു. വലിൻ അദഖ്നാഹു റഹ്മത്തൻ മിന്നാ മിൻ ബഅദി ദർറാ മസ്സതുഹു, അവന് പ്രയാസത്തിനു ശേഷം നാം കാരുണ്യം നൽകിയാൽ ലയഖൂലുന്ന, അവൻ പറയും ഹാദാ ലീ, ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നും പറയും. ഇതൊക്കെ എനിക്ക് കിട്ടാനുള്ള കാര്യം അതിനുമാത്രമൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്, അതിനുമാത്രം യോഗ്യതയൊക്കെ എനിക്കുണ്ട്, ഞാൻ എത്ര മെനക്കെട്ട് പഠിച്ചതാണ്, ഞാൻ എത്ര പരിശ്രമിച്ചതാണ്, എത്ര ദിവസം ഉറക്കവെച്ചതാണ്, അതുകൊണ്ട് കിട്ടിയതാണ് എന്ന് അതിലേക്ക് അവൻ ചേർത്തി പറയുന്നു. വമാ അദുന്നു സഅത ഖായിമ, ഖിയാമത്തൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റജഅതു ഇലാ റബ്ബി ഇന്ന ലി ഇൻദഹു ലൽ ഹുസ്നാ, ഇനി അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോയാലും അവിടെ മോശമാവുന്നില്ല, അവിടെ നല്ലത് കിട്ടുകയും ചെയ്യും. ഫലനുനബ്ബിഅന്ന അല്ലദീന കഫറൂ ബിമാ അമിലൂ വനുദീഖന്നഹും മിൻ അദാബിൻ ഗലീദ്, ഈ അവിശ്വാസികൾക്ക് നാം ഇതിൻ്റെ വർത്തമാനം അറിയിക്കുക തന്നെ ചെയ്യും, കഠിനമായ ശിക്ഷ നാം അവരെ ആശ്രയിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഹാദാ ലീ എന്നും പറഞ്ഞു, നിഅമത്ത് കിട്ടിയപ്പോൾ പറഞ്ഞു ഹാദാ ലീ, ഇത് എനിക്കുള്ളതാണ്. ഐ ഹസൽതു അലാ ഹാദാ, എനിക്കിത് ലഭിച്ചത് ബി അമലി, എൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. വഅന മഹ്ഖൂഖുൻ ബിഹി, ഞാൻ അതിന് ഹക്കായവനാണ്, അർഹതപ്പെട്ടവനാണ് എന്ന് പറയും. ലാ അന്നഹു തഫദ്ദുലു മിനല്ലാഹി വനിഅമത്തുൻ, അല്ലാഹുവിന്റെ ഫദ്ലാണെന്നോ നിഅമത്താണെന്നോ അവൻ വിചാരിക്കുന്നില്ല. ലൈസ ബിഹൗലിൽ അബ്ദി വലാ ബിഖുവ്വതിഹി, അടിമയുടെ കഴിവോ ശക്തിയോ ഒന്നുമല്ല, അതൊന്നും അവന് വിചാരമില്ല. അവൻ നേരെ അള്ളാഹുലേക്ക് അത് ചേർക്കുന്നതിന് പകരം തന്നിലേക്ക് ചേർത്തി പറയുന്നു. ഖാറൂനെ പറ്റി അല്ലാഹ് പറഞ്ഞു. ഇപ്പൊ ഇത് മൊത്തം മനുഷ്യന്മാരെ പറ്റി പറഞ്ഞു. നീ ഖാറൂനെ പറ്റി പറഞ്ഞു, വലിയ നിധികൾ അല്ലാഹ് നൽകിയ ഖാറൂന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ഫബഗാ അലാ ഖൗമിഹി, തന്റെ ഖൗമിനെ മേൽ അവൻ അതിക്രമം കാണിച്ചു. വഖദ് വഅലഹു നാസിഹൂന വഅമറൂഹു ബിൽഇത്റാഫി ബിനിഅമത്തില്ലാഹി വൽഖിയാം ബിശുക്രിഹാ, ആളുകൾ അവനോട് പറഞ്ഞു ഇതൊക്കെ റബ്ബിന്റെ ഫദ്ലാണ്, നീ അത് അംഗീകരിക്കണം, അല്ലാഹുവിന് നന്ദിയുള്ളവനാകണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഫകാബറ, അവൻ അഹങ്കാരം കാണിച്ചു. വഖാൽ ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, അതൊക്കെ എൻ്റെ അറിവ് കൊണ്ട് കിട്ടിയതാകുന്നു എന്ന് അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ഐ ഹസൽതു അലാ ഹാദിൽ കുനൂസി ബിസബബി ഹിദ്ഖി വമഅരിഫതി ബിവുജൂഹിൽ മക്കാസിബി, ഏതൊക്കെ വഴിക്ക് പോയാൽ പൈസ ഉണ്ടാക്കാൻ പറ്റാമെന്ന് ഞാൻ വലിയ അഗ്രഗണ്യനാണ്, എനിക്കറിയാം എല്ലാ വഴികളും അറിയാം, ഞാൻ എനിക്ക് വലിയ കഴിവുള്ളവനാണ്, അതുകൊണ്ട് എനിക്കുണ്ടായതൊക്കെ എന്നവൻ പറഞ്ഞു. ലാ അന്നഹാ തഫദ്ദുൽ മിനല്ലാഹി തആല, റബ്ബിന്റെ ഫദ്ലാണ് എന്ന് പറഞ്ഞില്ല. ഫകാനത ആഖിബതുഹു, അവന്റെ പര്യവസാനം എന്താ ഉണ്ടായത്? മിൻ അസ്വഇൽ അവാഖിബ്, ഏറ്റവും മോശമായ പര്യവസാനം ഉണ്ടായി. വഉഖൂബതുഹു മിൻ അശദ്ദിൽ ഉഖൂബാത്ത്, കഠിനമായ ശിക്ഷയാണ് അവനുണ്ടായത്. ഹൈസു ഖസഫല്ലാഹു ബിഹി വബിദാരിഹി അൽ അല്ലാഹ്, അവനെ വീടുമടക്കം അല്ലാഹു ഭൂമിയിലേക്ക് അഴ്ത്തിക്കളഞ്ഞു. ഓനും വീടടക്കം താന്നാണ് പോയി ഭൂമിനടിക്ക്. ഈ പറഞ്ഞ കിബറൊന്നും അപ്പോൾ ഉപകാരപ്പെട്ടില്ല. ലമ്മാ ജഹദ നിഅമത്തല്ലാഹി വനസബഹ ഇലാ ഗൈരിഹി, അവന് അല്ലാഹുവിന്റെ നിഅമത്ത് നിഷേധിക്കുകയും
റബ്ബല്ലാത്തത് ചേർക്കുകയും ചെയ്തതിനാൽ ലിമാ ജഹദ ചെയ്തതിനാൽ തൻ്റെ കഴിവും ശക്തി കൊണ്ട് ലഭിച്ചത് എന്ന് പറഞ്ഞതിനാൽ നമ്മുടെ കാലത്തും ഇത്തരം ചതിരിപ്പെട്ട എത്രയോ മനുഷ്യന്മാർ ഇപ്പോഴുമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന എത്രയോ ആളുകൾ, അവരൊക്കെ എത്ര അർഹരാണ്. ബിമാ തവസ്സലു ഇലൈഹി മിൻ മുഖ്തറഹാത്തിൻ വഖുദ്റാത്തിൻ അഖ്ദറഹുമുല്ലാഹു അലൈഹാ ഇംതിഹാനൻ ലഹും. റബ്ബ് നൽകി പരീക്ഷണമായി കൊടുത്ത പല കഴിവുകൾ, ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവർ പലയിടത്തും എത്തിപ്പെടുമ്പോൾ ഈ കഴിവ് കൊടുത്ത അള്ളാനെ മറന്നിട്ട് ഈ കഴിവിൽ അവൻ എല്ലാം കൊണ്ടുപോയി സമർപ്പിക്കുന്ന ആളുകൾ, അവർ ഇത്തരം ശിക്ഷയ്ക്ക് എത്രമാത്രം അർഹരാണ്. അന്ന് ഖാറൂൻ അത് പറഞ്ഞപ്പോൾ ഖാറൂനെ വീടൊന്നാകെ താഴ്ത്തിയെങ്കിൽ അതേ ശിക്ഷയ്ക്ക് ഇത്തരം ആളുകളും അർഹരാണ്. ഫലം യഷ്കുറു നിഅമത്തല്ലാഹി, അള്ളാഹിന്റെ നിഅമത്തിൽ അവർ ശുക്ർ കാണിക്കുന്നില്ല. വസാറു യതസദ്ദഖൂന വയതഫാഖറൂന ബിഹൗലിഹിം വഖുവ്വതിഹിം, തങ്ങളുടെ കഴിവും ശക്തിയിലൊക്കെ വലിയ പെരുപ്പം കാണിക്കുകയും അത് ആൾക്ക് മുമ്പിൽ വലിയ ഫഖറായി ദുരഭിമാനമായി പറയുകയും ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. വബഗൗ ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, അവർ ഭൂമിയിൽ അതിക്രമം കാണിക്കുന്നു. വതതാവലു അലാ ഇബാദില്ലാ, പടച്ച റബ്ബിന്റെ അടിമകളെ മേൽ അവർക്ക് മേലെ വലിയൊരു മേധാവിത്വം അവൻ കാണിക്കുന്നു. ഇത്തരം ആളുകൾ അവരെത്ര അർഹരാണ്. എന്തിന്? മാ അഹ്റാഹും ബിൽ ഉഖൂബ, ഈ ശിക്ഷയ്ക്ക് എത്ര അർഹരാണ്. ഫഖദ് ഇഖ്തറത് ഖബ്ലഹും ആദുൻ ബിഖുവ്വതിഹാ, ഇതിനു മുമ്പ് ആദുകാർ തങ്ങളുടെ കഴിവിൽ വഞ്ചിതരായിട്ടുണ്ട്. കമാ ഖാല അല്ലാഹു തആല അൻഹും ഫഅമ്മാ ആദുൻ ഫസ്തക്ബറു ഫിൽ അർളി, ആദുകാർ ഭൂമിയിൽ അഹങ്കാരം കാണിച്ചു. വഖാലു, അവർ ചോദിച്ചു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ശക്തരായ മറ്റാരുണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരിങ്ങനെ അന്ന് വലിയ വലിയ ആചാനുവാഹുക്കളായി ജീവിച്ചപ്പോൾ ഒരു ചോദിച്ചു, ഞങ്ങളെക്കാളും വലിയ കഴിവുള്ള ആരാവണുള്ളതെന്നൊക്കെ അത് അവർ ചോദിച്ചിരുന്നു. അവലം യറൗ, അവർ കാണുന്നില്ലേ, അന്നല്ലാഹു അല്ലദീ ഖലഖഹും വഅശദ്ദു മിൻഹും ഖുവ്വ, അല്ലാഹു കൊടുത്ത മറുപടി അതാണ്. അവരെ സൃഷ്ടിച്ച അല്ലാഹു തആല അവരെക്കാൾ കഴിവുള്ളവരാകുന്നു. അതെന്തോലും മറന്നോന്ന്. അല്ലാഹു കുറച്ച് കഴിവാണ് കൊടുത്തപ്പോൾ അവൻ തോന്നുകയാണ് എന്നെക്കാളും മേലാരുമില്ല. അല്ലാഹു അധികാരം കൊടുക്കും, അല്ലാഹു സ്ഥാനം നൽകും, സമ്പത്ത് നൽകും, ആരോഗ്യം നൽകും. ഇതൊക്കെ കിട്ടുമ്പോൾ തോന്നുക എന്നെക്കാളും മേലെ ആരുമില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതൊന്നും ന്യായമല്ല എന്നർത്ഥം. فأرسلنا عليهم وكانوا بآياتنا يجحدون فأرسلنا عليهم ريحا صرصرا في أيام نحسات, അവർക്ക് നാം സലസല അടിച്ചു വീശുന്ന കാറ്റ് അവർക്ക് മീതെ നാം അയച്ചു. ലിയുദീഖഹും അദാബൽ ഖിസ്യി ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ തന്നെ നിന്ദ്യമായ ശിക്ഷയെ നാം അവരെ ആസ്വദിപ്പിച്ചു. വലഅദാബുൽ അഖ്സാ വഹും ലാ യുൻസറൂൻ, പാരത്രിക ശിക്ഷയാവട്ടെ ഇതിനേക്കാൾ നിന്ദ്യമാണ്, അവരെ സഹായിക്കാൻ ആരുമില്ലതാനും. ഇങ്ങനത്തെ കുറെ കഥ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഖാറൂനെ പറഞ്ഞു, ഫിറഔനെ പറഞ്ഞു, ആദിനെ പറഞ്ഞു, സമൂദിനെ പറഞ്ഞു, അതേപോലെ മനുഷ്യന്മാരെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞു. ഇതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ആളുകൾ ഇതെല്ലാം മറന്ന് വല്ലതും നേടാൻ കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ ബുദ്ധി സാമർത്ഥ്യം കൊണ്ടും നമ്മളെ അന്നത്തെ പ്ലാനിങ്ങും പദ്ധതിയും കൊണ്ടും നമ്മുടെ ടീം വർക്ക് കൊണ്ടും നമ്മുടെ സംഘടനാ ശക്തി കൊണ്ടൊക്കെ നേടിയതാണ് എന്ന് ആളുകൾ വിചാരിച്ചു പോകുന്നു. അതല്ല, എല്ലാം റബ്ബിൻ്റെ നിഅമത്താണ്. അതിന് ഇതൊക്കെ നിമിത്തമായി മാറി എന്ന് വിചാരിക്കാന്നല്ലാതെ ഇതുകൊണ്ട് മാത്രം നതീജ ഉണ്ടാവില്ല, റിസൾട്ട് ഉണ്ടാവില്ല. റിസൾട്ട് ഉണ്ടാക്കുന്നവൻ അല്ലാഹു തആലയാണ്. ആ റിസൾട്ടിലേക്ക് എത്താൻ ഇതൊക്കെ ചില കാരണങ്ങളെ റബ്ബ് നിശ്ചയിച്ചു എന്ന് മാത്രം. ആ കാരണങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുകയില്ല. കാരണത്തെ കാരണമാക്കിയവനാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്ത് നിഅമത്തും റബ്ബിനെ മറന്നുകൊണ്ട് പ്രയോഗിച്ചുകൂടാ, അത് റബ്ബിലേക്ക് ചേർത്തി മാത്രമേ പറയാവൂ. വല്ലാഹു അഅലം. കഴിഞ്ഞിട്ടില്ല, ഇനി വിശദമായി ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഈ വിഷയം, ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് ഈ വിഷയം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇതിൽ വരും, ഏതൊക്കെ രൂപത്തിൽ എവിടെയൊക്കെ ശിർക്ക് വരും അങ്ങനെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. നമുക്കവിടെ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പഠിക്കാം. ഏതെന്നാലും ഏറെ സൂക്ഷ്മത പാലിക്കേണ്ട വശങ്ങളാണ് നമ്മൾ ഇന്നൊക്കെ പഠിച്ച ഈ ഭാഗങ്ങൾ. പദപ്രയോഗങ്ങൾ, ചില മാനസികാവസ്ഥകൾ, ചിന്തകൾ, ഇതൊക്കെ നമ്മൾ അറിയാതെ പോലും നമ്മുടെ വിശ്വാസത്തിൽ തകരാറ് സംഭവിക്കുന്ന ഏരിയകളാണ്. ഏറെ ശ്രദ്ധിക്കുക. റബ്ബ് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.